സോ വെൽക്കം ബാക്ക്. നമുക്ക് ഇപ്പോൾ വേഗത്തിൽ 17-ാമത്തെ അധ്യായത്തിലേക്ക് കയറാം. ദ മിസ്റ്ററി ഓഫ് ബാബിലോൺ, ദ പ്രോസ്റ്റിറ്റ്യൂട്ട്. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന വേശ്യാസ്ത്രീ. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന വേശ്യാസ്ത്രീ. ഏഴാമത്തെ കലശത്തിൻ്റെ ഏറ്റവും അവസാനം പറഞ്ഞു വെച്ചത്, ഏറ്റവും അവസാനം ഇത് ചെന്നടിക്കുന്നത് ബാബിലോണിൻ്റെ മേലാണ്. എല്ലാവരും പറയുക ബാബിലോൺ. ഇതാണ്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 17-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദയവായി എല്ലാവരും ശ്രദ്ധിക്കണം, രണ്ട് കാതും കൊണ്ട് കേൾക്കണം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ആദ്യമേ നമുക്ക് ഈ ബുക്കെടുത്തൊന്ന് പരിചയപ്പെടാം. 17-ാമത്തെ അധ്യായം എടുക്കുക. അതിൽ സെഗ്മെൻറ്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഇതാണ്, ദ ഗ്രേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ ബീസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. അധ്യായ അവലോകനം 1. മഹാവേശിയും മൃഗവും അവതരിക്കപ്പെടുന്നു. ഇത് ഞാൻ അതായത് വായിച്ചാലും മതി. സീൽ 1 ആണ് ഞാൻ വായിച്ചത്. സീൽ 2, ദ വുമൺ ക്ലോത്ത് ഇൻ ലക്ഷറി ആൻഡ് ബ്ലാസ്ഫിമി. ധൂമ്ര വർണ്ണവും കടും ചുവപ്പും നിറമുള്ള വസ്ത്രം ധരിച്ച സ്ത്രീയും ദൂഷണവും. നമ്പർ 3, സീൽ 3 സെഗ്മെന്റ്, ദ മിസ്റ്ററി നെയിം ബാബിലോൺ ദ ഗ്രേറ്റ്. മർമ്മം മഹദിയാൻ ബാബിലോൺ. Number 4, the woman is drunk with blood of the saints. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തിയായിരിക്കുന്ന സ്ത്രീ. Number 5, the angel explains the beast's identity and history. ദൂതൻ മൃഗത്തിന്റെ സാരൂപ്യവും ചരിത്രവും വിവരിക്കുന്നു. Number 6, the 7 heads and 10 horns. 7 തലകളും 10 കൊമ്പുകളും വിവരിക്കപ്പെടുന്നു. Number 7, the beast and 10 kings will destroy the woman. മൃഗവും 10 രാജാക്കന്മാരും സ്ത്രീയെ നശിപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞു ബാബിലോൺ. ബാബിലോൺ എന്താണ് ഈ സംഭവം? കുറേ നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട്. ബാബിലോണിൽ പ്രവാസികളായി പോയ കാര്യം നമ്മൾ കേൾക്കുന്നു. മഹദിയാം ബാബിലോൺ കേൾക്കുന്നു. മഹദിയാം ബാബിലോണിൻ്റെ മേൽ ന്യായവിധി വരുന്നത്. പക്ഷേ വാട്ട് യു മീൻ ബൈ ബാബിലോൺ? ഇതറിയണമെങ്കിൽ ഒരല്പം ഹിസ്റ്ററി അറിയണം. പറഞ്ഞോട്ടെ, ഒരല്പം ഹിസ്റ്ററി അറിയാതെ ഒരിക്കലും ഈ അധ്യായം മനസ്സിലാകാൻ പോകുന്നില്ല. ഹിസ്റ്ററി അറിയണം, ജോഗ്രഫി അറിയണം, വചനം അറിയണം, പഴയ നിയമം അറിയണം. ഇതെല്ലാം കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ ശരിക്കുള്ള റെവല്യൂഷൻ്റെ കിടപ്പ് മനസ്സിലാവും. അപ്പം നമുക്ക് ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോകാം. നോക്കുക, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ബാബിലോൺ ഇൻ ദ ബൈബിൾ. ബൈബിളിൽ പറയുന്ന ബാബിലോൺ എന്താണ്? പ്രാർത്ഥനയോടുകൂടി ഇരിക്കണം. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് പോലും ശ്രദ്ധ അങ്ങോട്ടും പോകരുത്, കാരണം ഒത്തിരി കാര്യങ്ങൾ മിസ്സായി പോകും. The most mentioned city in the Bible next to Jerusalem. ബൈബിളിൽ ജെറുസലേം എന്ന നഗരത്തിൻ്റെ പേര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു നഗരത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ബാബിലോണാണ്. There are 404 verses in Revelation. 42 are about Babylon. 404 വചനങ്ങളാണ് ബൈബിളിലുള്ള, റെവലേഷനിലുള്ള, വെളിപാട് പുസ്തകത്തിൽ. അതിൽ 42 വചനങ്ങളിൽ എന്ത് പറയുന്നു? That means 1 out of every 10 verses. ഓരോ 10 വാക്യത്തിലും ഒരു ബാബിലോൺ കാണും. അപ്പോൾ ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന ഈ ബാബിലോൺ ക്യാ ഹേ ഈസ് ദ ക്വസ്റ്റ്യൻ. നോക്കാം. The ancient Babylon is located 50 miles south of Baghdad along the Euphrates River in Iraq. പുരാതനമായ ഒരു ബാബിലോണുണ്ട്. ഈ ബാബിലോൺ നിങ്ങൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബൈബിളിലൊരു ബാബിലോൺ പറയുന്നുണ്ട്. ഇത് വാസ്തവത്തിൽ എവിടെ? ഇറാഖിലാണ്. ഇറാഖിൽ ബാഗ്ദാദിൽ നിന്നും 55 മൈൽ തെക്കോട്ട് പോയ ലൊക്കേഷൻ എടുത്താൽ ദാറ്റ് വാസ് ദി ഏൻഷ്യൻ്റ് ബാബിലോൺ. നമുക്ക് ആ മാപ്പ് ഒന്ന് കാണാം. ഇത് നോക്ക്, ഏൻഷ്യൻ്റ് ബാബിലോൺ ലൊക്കേറ്റഡ് ടുഡേ. ബാഗ്ദാദ്, ഇറാഖ് അറിയാമല്ലോ. ഇറാഖ് ഇതാണ്. യൂഫ്രട്ടീസ് നദി പോകുന്നത് കണ്ടോ? ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇത് ഇവിടെയായിട്ട് വരും. ഈ ബാഗ്ദാദിൽ നിന്നും ഇങ്ങോട്ട് ഈ ഭാഗത്താണ് ബാബിലോൺ കിടക്കുന്നത്. ഏത്? ഏൻഷ്യൻ ബാബിലോൺ. ഇറാൻ ഇവിടെ ഉണ്ട്, ടൈഗ്രിസ് നദി ഇതിലെ പോകുന്നുണ്ട്, സൗദി അറേബ്യ ഇവിടെയാണ്, ജോർഡൻ ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എന്തുണ്ട്? ഇസ്രായേൽ ഇവിടെ കിടപ്പുണ്ട്, സിറിയ,
ഇതെല്ലാം ചുറ്റും കിടപ്പുണ്ട്. ജിയോഗ്രഫിക്കലി ദിസ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് ബാബിലോൺ. അടുത്തതിലേക്ക് പോവാം. ഇതുവരെ ഓക്കെ ആണോ? അറിയോ? ഓക്കെ. യാ, ദ ഒറിജിൻ ഓഫ് ബാബിലോൺ. ദിസ് വാസ് ഒറിജിനലി ഫൗണ്ടഡ് ബൈ നിമ്രോദ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? Yes. എവിടെയെങ്കിലും ഈ ആളെ പരിചയമുണ്ടോ? ഉൽപ്പത്തി പുസ്തകം. നിമ്രോദിനെ പരിചയമുള്ളത് ആരൊക്കെയുണ്ട്? എവിടെ വെച്ചോണ്ടേ? ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാ? ടവർ ഓഫ് ബാബേൽ. യാ, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 8-10. അവിടെ കാണുന്നത് ഖുഷ് വാസ് ദ ഫാദർ ഓഫ് നിമ്രോദ്. ഖുഷ് വാസ് ദ ഫാദർ ഓഫ് നിമ്രോദ്. അതിൻ്റെ അർത്ഥം ഖുഷ് എന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ മോനായിരുന്നു നിമ്രോദ്. ഹു ബിക്കെയിം എ മൈറ്റി വാറിയർ ഓൺ ദി എർത്ത്. ഭൂമിയിൽ തന്നെ ഭയങ്കര ഒരു ഫൈറ്ററായിരുന്നു ഈ മനുഷ്യൻ, അതികായൻ നിമ്രോദ്. ഓക്കെ, he was a mighty hunter before the Lord. The first centers of his kingdom were, this is the first mention of Babylon. Are you with me? Yes. പിന്നെ കുറേ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഇപ്പോൾ ഫൗണ്ടർ ആരാ? നിമ്രോദ്. ഇത് വായിക്കും. A rebellious king and empire builder. റബലിയസ് കിങ്ങിന് എന്താ പറയുക? ഒരു മത്സരിയായ, ദൈവത്തോട് മത്സരിച്ച ഒരു രാജാവും സാമ്രാജ്യമുണ്ടാക്കുന്നവനുമായിരുന്നു ആര്? നിമ്രോദ്. നിമ്രോദ്. എല്ലാവരും പറഞ്ഞു നിമ്രോദ്. നിമ്രോദ്. ആർക്ക് പിള്ളേർക്കൊന്നും പേരിടല്ലേ പ്ലീസ്? നല്ലൊരു പേരാണെന്ന് വെച്ചാൽ നിമ്രോദ് എന്നൊന്നും പേരിടരുത്. ഇറ്റ്സ് വെരി ബാഡ്. അടുത്തത്, ദ ടവർ ഓഫ് ബാബൽ വാസ് ലൈക്ക് എ സിഗുറാത്ത്. സിഗുറാറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? സിഗരറ്റ് അല്ല, സിഗുറാറ്റ്. സിഗുറാറ്റ് എന്ന് പറഞ്ഞാൽ ടവർ പോലത്തെ ഒരു സ്ട്രക്ചറിനെയാണ്, അന്നത്തെ സ്ട്രക്ചറിനെയാണ് സിഗുറാത്ത് എന്ന് പറയുന്നത്. അതുപോലെയാണ് ടവർ ഓഫ് ബാബൽ പുള്ളി പണിതത്. എറൗണ്ട് അന്നത്തെ ഇതിൽ മാറ്റല്ലേ മക്കളെ, പുറയിലേക്ക് പോകും. എറൗണ്ട് 300 feet ടോൾ. എത്രയാണ്? 300 അടി പൊക്കം. 30 storied ബിൽഡിംഗ്. 10 അടി വെച്ചാണ് ഒരു ഫ്ലോർ കണക്കാക്കുന്നത്. 30 നിലകളുള്ള ഒരു ഫ്ലാറ്റ് സങ്കല്പിക്കുക. 30 ഫ്ലോറുള്ള ഒരു ഫ്ലാറ്റ്. അത്രയും പൊക്കമുള്ള ഏകദേശം ഒരു സാധനമാണ് അന്നത്തെ കാലത്ത്. സ്റ്റീൽ സ്ട്രക്ചറില്ല, കോൺക്രീറ്റ് സ്ട്രക്ചറില്ല, ഇന്നത്തെ മോഡേൺ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെത്തേഡുകളില്ല. ആ കാലത്ത് ഈ നിമ്രോദ് പണിത് കൊണ്ടുവന്ന ടവർ അങ്ങനത്തെ ആയിരുന്നു. ദ നെയിം ബാബിലോൺ, ബാബൽ മീൻസ് ഗേറ്റ് വേ ടു ദ ഗോഡ്സ്. ഇത് എന്താ ഇതിൻ്റെ പരിപാടി എന്നറിയോ? നേരെ ദൈവത്തിലേക്കുള്ള ഗേറ്റ് വേ എന്ന് പറഞ്ഞാണ് ഈ ടവർ പണിയുന്നത്. ബട്ട് ഇൻ ഹീബ്രു ഇറ്റ് കോസ് കൺഫ്യൂഷൻ. എന്നാൽ ഹെബ്രായ ഭാഷയിൽ എന്താണത്? കലക്കിക്കളഞ്ഞു ദൈവം, അല്ലേ? 11-ാം അധ്യായത്തിൽ ഭാഷ ദൈവം കലക്കി. അങ്ങനെയാണ് കൺസ്ട്രക്ഷൻ സൈറ്റ് വലിയ മെസ്സായിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷ മനസ്സിലാകുന്നില്ല. അവസാനം എല്ലാവരും അറിയാമല്ലോ, ആ സീൻ അറിയാം. പോകാം. ഇനി നമുക്ക് ആ ടവർ ഒന്ന് കാണാം. ഏകദേശം ഇതിലാണ്. അത് അന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ ആരും ഉണ്ടായിരുന്നില്ല, ആർക്കും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഏകദേശം അന്നത്തെ ഈ എക്സ്കവേഷനിലൂടെയൊക്കെ കിട്ടിയ പിക്ചർ അനുസരിച്ച്, പല ശിലാലിഖിതങ്ങളിലും ഒക്കെ കാണുന്നതനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ടവർ ഓഫ് ബാബൽ. ഏകദേശം ഇതുപോലെ ഒരിക്കൽ ഇങ്ങനെ ചുറ്റി 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 കറങ്ങി പോകാം. എങ്ങോട്ടേ പോക്ക്? ആകാശത്തോളം അല്ല, ദൈവത്തിൻ്റെ അടുത്തോട്ട്. ആകാശത്തോട്ടല്ല വിഷയം, നേരെ പോകുക. ഗോഡ്സ്. നമുക്ക് എവിടെ പോകണം? ദൈവത്തിൻ്റെ അടുത്ത് പോകണം. എല്ലാവരും പറയാം നിമ്രോദ്, നിമ്രോദ്, ബാബേൽ, ബാബേൽ, ബാബിലോൺ. ബാബിലോൺ. ഇവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അടുത്തതിലേക്ക് പോകാം. ദ ടവർ ഓഫ് ബാബിൽ, ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റെബല്യൻ. ഇവിടെ വിഷയം ബുർജ് അല്ല. ഇവിടുത്തെ വിഷയം ബുർജ് അല്ല, പിന്നെന്താ? ഇറ്റ് വാസ് ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് റെബല്യൻ അഗെയിൻസ്റ്റ് ദ ക്രിയേറ്റർ. ദൈവം ഇറങ്ങി വന്നിട്ട് ഈ പ്രോജക്റ്റ് അബോർട്ട് ചെയ്യാനുള്ള കാര്യം എന്താണ്? ദൈവത്തിനെതിരെ അവർ മത്സരിക്കാൻ തുടങ്ങി. വരുവിൻ, നമുക്ക് പണിയാം, നമുക്കൊരു സാധനം പണിയാം. 11:4 നോക്ക്. Come, let's build ourselves a city with a tower that reaches to the heavens so that we may make a name for ourselves.
വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്നവർ പറഞ്ഞു. നമുക്ക് എന്തുണ്ടാക്കുക? പേര് ഉണ്ടാക്കുക. ഇതാണ് ദൈവത്തിന് ഇഷ്ടപ്പെടാതിരുന്നത്. ദൈവാശ്രയത്തിൻ്റെ ഓപ്പോസിറ്റ്, ദൈവത്തിനെതിരെ നിൽക്കുക, ദൈവത്തിനെതിരെ മത്സരിക്കുക. ബ്രാക്കറ്റിൽ പറയുക, പുറത്ത് പറയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നിമ്രോദ് മാത്രമല്ല, നമുക്കും ഇതുപോലത്തെ ടവർ പണിയാം. ദൈവത്തിൽ ആശ്രയിക്കാതെ നമുക്കൊരു പേരിന് വേണ്ടി, നമുക്കൊരു സാമ്രാജ്യം, നമുക്കൊരു സിറ്റി, whatever it is, ദൈവാശ്രയമില്ലാതെ ജീവിതത്തിൽ എന്ത് പണിതുയർത്തിയാലും അതിൻ്റെ പേരാണ് ബാബേൽ. അതിനെ ദൈവം അബോട്ട് ചെയ്യും. നമ്മുടെ നന്മയ്ക്ക് ഇടിയട്ടെ, പൊളിയട്ടെ. അടുത്തതിലേക്ക് പോവാം. ഇനി ഇത്തിരി കൂടി ശ്രദ്ധിക്കണം. ബാബിലോൺ റോസ് ഇൻ 2 മേജർ ഫേസസ്. ചരിത്രത്തിലെ, ഹിസ്റ്ററിയിലെ ബാബിലോൺ 2 ഫേസിലാണ് വന്നത്. നമ്പർ 1, ഓൾഡ് ബാബിലോണിയൻ എംപയർ. കേട്ട് കാണും. ഇത് ബി സിയിലാണ്. ബി സിയിൽ 1900 തുടങ്ങി 1600 വരെ ഏകദേശം 600 വർഷങ്ങൾ നിലവിൽ നിന്ന പഴയൊരു ബാബിലോൺ എംപയർ ഉണ്ടായിരുന്നു. പഴയ പുരാതന ബാബിലോണ്യ സാമ്രാജ്യം. അതിൽപ്പെട്ട 600 വർഷത്തോളം ആ സാമ്രാജ്യം നിന്നു. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു ഹമ്മുറാബി. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഹമ്മുറാബി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. ഹമ്മുറാബി, അദ്ദേഹത്തിനാണ് ലീഗൽ സിസ്റ്റം, കോഡ് ഓഫ് ഹമ്മുറാബി. കേട്ടിട്ടുണ്ടോ? ഹമ്മുറാബി നിയമങ്ങൾ. ആദ്യമായി ഒരു ഭരണഘടന പോലെ ഒരു രാജ്യത്ത് കോഡുകളും പീനൽ കോഡുകളും ശിക്ഷാ നിയമങ്ങളും എല്ലാം കൊണ്ടുവന്ന രാജാവാണ് ഹമ്മുറാബി. സെൻട്രലൈസ്ഡ് ഗവേണൻസ് കൊണ്ടുവന്നു. അതുകൂടാതെ അടുത്ത ഫേസാണ്, 2 ഫേസാണ്. ഒന്ന് ഇങ്ങനൊരു എംപയർ, അതുകൂടാതെ അടുത്ത ഫേസാണ് എന്ത്? നിയോ ബാബിലോണിയൻ എംപയർ. അത് 626 തുടങ്ങി 539 BC വരെയാണ്. ഇതിലത്തെ ഏറ്റവും വലിയ പുള്ളിയായിരുന്നു നബൂഖദ്നേസർ. എവിടെയോ വെച്ച് പരിചയമുണ്ടല്ലോ. എവിടെയാ? നമ്മൾ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു ഈ പുള്ളി? എത്ര പ്രാവശ്യം എവിടെയൊക്കെ കണ്ടിരിക്കുന്നത്? ബുക്ക് ഓഫ് ഡാനിയൽ, ദാനിയേലിന്റെ പുസ്തകത്തിൽ. ബിംബത്തിന്റെ സ്വപ്നം. ഓർമ്മയുണ്ടോ? അപ്പോൾ ഫേമസ് കിങ് നബൂഖദ്നേസർ ദ സെക്കൻഡ്. അടുത്തത്, ദിസ് ഈസ് ദ ബാബിലോൺ ഓഫ് ദ ബൈബിൾ. ഇതിനെക്കുറിച്ചല്ല ബൈബിളിൽ പറയുന്നത്. പിന്നെ ഏതാണ്? ഈ ബാബിലോണിനെ കുറിച്ച്. അതായത് 626 തുടങ്ങി 539 വരെ ഉണ്ടായിരുന്ന സാമ്രാജ്യം. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഡോമിനേറ്റഡ് ജൂഡ, സിറിയ, പാർട്സ് ഓഫ് ഈജിപ്റ്റ്, ഇതെല്ലാം കൈവശമാക്കി. ഡെസ്ട്രോയിഡ് ജെറുസലേം 586 BC. ജെറുസലേമിനെ തകർത്തു. ഇസ്രായേലിനെ പ്രവാസികളാക്കി പിടിച്ചുകൊണ്ടുപോയി. ആ സമയത്ത് എഴുതിയ പാട്ടൊക്കെയാണ് നമ്മൾ സങ്കീർത്തനത്തിൽ നിന്നൊക്കെ ദിവസം കണ്ടത്. പോയപ്പോൾ സങ്കീർത്തനം എഴുതി, തിരിച്ചു വന്നപ്പോൾ സങ്കീർത്തനം എഴുതി. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വപ്നം കാണുന്നവരെ പോലെ ഇരിക്കും. അങ്ങോട്ട് പോയപ്പോൾ എന്താ, ഗിറ്റാറൊക്കെ തൂക്കിയിട്ടു. ഇങ്ങോട്ട് വന്നപ്പോൾ പാട്ടും നൃത്തമൊക്കെ ഇട്ട് തിരിച്ചു വന്നു. 70 വർഷം എവിടെയായിരുന്നു? ജനം അടിമകളായി ഈ ബാബിലോണിലായിരുന്നു. എവിടെയാണ് ബാബിലോൺ? ഇറാഖിൽ. പുറത്ത് പറയരുത്. നമ്മുടെ അബ്രഹാം ഇറാഖിയായിരുന്നെന്നറിയാം, മെസപ്പൊട്ടാമിയയിൽ നിന്നുള്ള ആളായിരുന്നു അറിയാമല്ലേ? ആയിരുന്നു. അവിടെ നിന്നാണ് വിളിച്ചിറക്കി, നീ നിൻ്റെ പുതുഭവനത്തെയും ചോർച്ചക്കാരെയും സകലത്തെയും വിട്ട് ഞാൻ കാണിക്കാനിരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് കനാൻ നാട്ടിൽ കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് പറിച്ചു കൊണ്ടുവന്നത്. നമ്മുടെ വിശ്വാസത്തിൻ്റെ പിതാവിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നത്തെ ഇറാഖ് അവിടെയായിരുന്നു. ആ ഭാഗത്താണ് ഏദൻ തോട്ടം. ഇസ്രായേലിലല്ല. ഇസ്രായേൽ പോയിട്ട് ഏദൻ തോട്ടം തപ്പിയ കിട്ടില്ല. എവിടെയാണത്? ഇറാഖിലാണ് കിടക്കുന്നത്. അടുത്തതിലേക്ക് പോവാം. Babylon as a world empire opposing God's people. Babylon rises again as a great empire under Nebuchadnezzar, conquering Judah and destroying Jerusalem and the temple in 586 BC. ആ സമയത്തുള്ള ഏകദേശം ബാബിലോണിൻ്റെ രൂപമാണ് ഈ കാണുന്നത്.
ഒന്ന് ആലോചിക്കും, ഇത് വെൽ ബിൽറ്റ്, ഇങ്ങനെ സ്ക്വയറിലൊക്കെ ഇതുപോലെ പണിയണമെന്നുണ്ടെങ്കിൽ എത്ര ടൗൺ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് വെൽ പ്ലാൻഡ്. നെബൂഖദ്നേസർ എന്ന വലിയൊരു ബിൽഡറായിരുന്നു, വിഷണറി ആയിരുന്നു. ഒറ്റ പ്രശ്നമുള്ളൂ, പുള്ളി പറഞ്ഞ പുള്ളിയാണ് ദൈവമെന്ന്. എല്ലാവരും എന്നെ അങ്ങ് വർഷിപ്പ് ചെയ്താൽ മതി, വേറെ ദൈവത്തിന് തിരികെത്തിക്കാനോ ഒന്നും പോകണ്ട, എന്നെ അങ്ങ് ആരാധിച്ചു. ആരാധിച്ചില്ലെങ്കിൽ തട്ടുകയും ചെയ്യും. ഇതായിരുന്നു നെബൂഖദ്നേസർ. അടുത്തതിലേക്ക് പോവാം. ഇത് കേട്ടിട്ടുണ്ടോ? ഈ ഹാങ്ങിങ് ഗാർഡൻ ഓഫ് ബാബിലോൺ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പുരാതന ഏൻഷ്യൻ വേൾഡ് വണ്ടേഴ്സ് ഒരെണ്ണമായിരുന്നു നെബൂഖദ്നേസർ. വൺ ഓഫ് ദ വേൾഡ്സ് വണ്ടേഴ്സ് ആയിരുന്നു ഇത് അന്ന് ഫോട്ടോ എടുത്തതല്ല, പിന്നെ ഒരു അറിവ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയ ഒരു ഇതാണെന്ന് വെച്ചു. ഹാങ്ങിങ് ഗാർഡൻ ഏൻഷ്യൻ 7 വണ്ടേഴ്സിൽ ഒന്നായിരുന്നു. നെക്സ്റ്റ് ഫ്രെയിം. ബാബിലോൺസ് ക്യാരക്ടർ. എന്താണ് ദൈവത്തിന് ഈ ബാബിലോണിനോട് ഇത്ര വിരോധം? എന്തുകൊണ്ടാണ് ഈ കലശത്തിൻ്റെ അവസാനം ഈ ബാബിലോണിനെ നശിപ്പിക്കുന്നത്? ഈ ബാബിലോൺ ഇന്നില്ലല്ലോ, അത് പണ്ടുണ്ടായിരുന്നൊരു സാമ്രാജ്യമല്ലേ. ഇപ്പോഴും വെളിപാട് പുസ്തകത്തിൽ ബാബിലോൺ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഇനിയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ആളുടെ പറയാം, കൂടുതൽ ശ്രദ്ധിക്കണം. നോക്ക്, നമ്പർ 1, ഐഡോലാട്രി, വിഗ്രഹാരാധന, വർഷിപ്പ് ഓഫ് ഗോൾഡൻ ഇമേജസ് ആൻഡ് മൾട്ടിപ്പിൾ ഗോഡ്സ്. ബാബിലോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിഗ്രഹാരാധനയാണ്. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. ഈ ബാബിലോൺ ബാബിലോൺ എന്നിവിടെ പറയുമ്പോൾ അന്ന് ഹമ്മുറാബിയുടെയും അതിനുശേഷം നെബൂഖദ്നേസറിൻ്റെയും കൈവശം ഉണ്ടായിരുന്ന സാമ്രാജ്യം എന്ന അർത്ഥത്തിലല്ല. അതിനപ്പുറത്ത് ഈ ക്യാരക്ടറിസ്റ്റിക്സിലോടുന്ന എല്ലാം ബാബിലോണായി ദൈവം കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ണു തെളിയട്ടെ, 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 തെളിയട്ടെ. ഹല്ലേലൂയ. അടുത്തത് സോഴ്സറി ആൻഡ് ആസ്ട്രോളജി, റിലയൻസ് ഓൺ ദ ഓക്കൾട്ട് ഫോർ പവർ. അടുത്ത പരിപാടി ഇതാണ്. ഈ ബാബിലോണിൻ്റെ അടുത്തൊരു പ്രത്യേകത, സോഴ്സറി എന്താണ്? ക്ഷുദ്രം, ആഭിചാരം, ക്ഷുദ്രം, ആസ്ട്രോളജി. ഇത് ഉപയോഗിച്ചിട്ട് ഒക്കൾട്ടിക് പവറിലൂടെ, ഒക്കൾട്ടിക് പവറിനെ, അതായത് ഈവിൾ സ്പിരിറ്റ്സിനെ, പൈശാചിക ശക്തികളിൽ കൂടുതൽ ആശ്രയിച്ച് കരുത്താർജിക്കുക. ഡീമോണിക് റലം ബാബിലോണിൽ ഓപ്പണാണ്. ഹല്ലേലൂയ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ദൈവം എന്തുകൊണ്ട് ഇതിനെ വെറുക്കുന്നു, എന്തുകൊണ്ട് തകർക്കുന്നു? കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നേരെ ഡീമോണിക് വേൾഡിലേക്കാണ് കൈനീട്ടുന്നത്. അതിലൂടെ ശക്തി ആർജിച്ചാണ് പരിപാടികൾ. നെക്സ്റ്റ്, പ്രൈഡ്ഫുൾ കിങ്ഷിപ്പ്. ബാബിലോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം പിടിച്ച രാജാക്കന്മാരായിരിക്കും വാഴുന്നത്. നെബൂഖദ്നേസർസ് ആരഗൻസ് ഓർക്കുന്നുണ്ടോ? ലെറ്റ് ടു ഹിസ് ഹ്യൂമിലിയേഷൻ ഹി ബിക്കേം ലൈക്ക് എ ബീസ്റ്റ് ഫോർ 7 years. ഇത്രയും ഇൻ്റലക്ച്വൽ ഇതുണ്ടായിരുന്ന ആ മനുഷ്യൻ ഭയങ്കര ബുദ്ധിമാനായിരുന്നു, ഷൂഡായിരുന്നു, ഡിപ്ലോമാറ്റായിരുന്നു, ഭയങ്കര ഗവേണൻസ് ഉണ്ടായിരുന്നു, ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീയാണ് ദൈവം എന്നല്ല നിൻ്റെ ചിന്ത. അങ്ങനെയാണ് നീ ഒരു 7 വർഷം പശു പുല്ലുന്നത് പോലെ, പുല്ല് തിന്നുന്ന പോലെ തിന്നോളാൻ പറഞ്ഞു. ഇത് കേൾക്കുമല്ല, പെട്ടെന്ന് എന്ത് ചെയ്തു? അന്ന് മുതൽ പുള്ളിക്ക് ഷേവ് ചെയ്യണ്ട, അന്ന് മുതൽ കുളിയില്ല, അന്ന് മുതൽ സാധാരണ മനുഷ്യരുടെ ആ ബുദ്ധി അങ്ങ് ഔട്ടായിപ്പോയി. എന്നിട്ട് എന്ത് ചെയ്തു? നഖമൊക്കെ ഇങ്ങനെ പക്ഷികളുടെ പോലെ, മൃഗങ്ങളുടെ പോലെ ഇങ്ങനെ വളരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി കുനിഞ്ഞിട്ട് ഇത്രയും വലിയ എംപറർ പിന്നെ നടക്കുന്നത് എങ്ങനെയാണ്? കയ്യും കാലും കുത്തി 4 കാലി നടക്കുന്നത് പോലെ. ആ സീനൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വലിയ രാജ്യത്തിൻ്റെ അധിപൻ സിംഹാസനത്തിൽ നിന്ന് താഴേക്കിറങ്ങി 4 കാലി നടക്കുന്നത് പോലെ കൈകുത്തി നടന്ന് നേരെ പോയി എങ്ങോട്ടാണെന്നറിയാമോ? കാട്ടിലോട്ട്. 7 വർഷം വനവാസം. അവിടെ ചെന്നിട്ട് ഹണ്ട് ചെയ്യണ്ട, ഒന്നും വേണ്ട, പുല്ല് തിന്നുക. 7 വർഷം. 7 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സുബോധം വന്നിട്ട് കൈയങ്ങ് ഉയർത്തിട്ട് എല്ലാം നിർമ്മിച്ച് എൻ്റെ ദൈവമേ, സൃഷ്ടാവേ എന്നൊരു വിളി വിളിച്ചു.
അപ്പോൾ ആ അഹങ്കാരത്തിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടിയല്ലോ. ഇതൊക്കെ പറയുന്നത് ബൈബിളിലുണ്ട് കേട്ടോ. ഞാൻ ചരിത്രമല്ല പറയുന്നത്, ബൈബിളിലുള്ള കഥയാണ് ഈ പറയുന്നത്. ബൈബിളിൽ ഇതെല്ലാം അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, വായിക്കണം എവിടെയെങ്കിലും. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ ഓഫ് ദ സെയിൻറ്റ്സ്. നാലാമത്തെ പ്രശ്നം എന്താണ്? വിശുദ്ധന്മാരെ, ദൈവമക്കളെ പീഡിപ്പിക്കുക, പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോവുക, കൊല്ലുക. God's people were persecuted, yet preserved by divine power. ഉദാഹരണത്തിന് Daniel, Shadrach, Meshach, Abednego served in Babylon, yet remained faithful to the true God. ഇവരവിടെ ബാബിലോണിനകത്ത് ദൈവം അവരെ സൂക്ഷിച്ചു. അത് എല്ലാവർക്കും ഉള്ളൊരു സന്ദേശമാണ്. നമ്മൾ ഇന്നൊരു ബാബിലോണിലാണ്. ഇന്നത്തെ ലോക സാമ്രാജ്യങ്ങളെല്ലാം ഈ പാറ്റേണിലാണ്, ഈ നെബൂഖദ്നേസറിൻ്റെ ബാബിലോണിൻ്റെ പാറ്റേണിലാണ് വണ്ടി ഓടിക്കുന്നത്. അതിൻ്റെ കീഴിലാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ രാജ്യങ്ങളിലെല്ലാം പെർസിക്യൂഷൻ ഉള്ളത്. രാജ്യത്തിൻ്റെ അധിപന്മാർ ഐഡോലാട്രിയിലേക്ക് തിരിഞ്ഞാൽ, ശ്രദ്ധിച്ചു കേൾക്കണം, രാജ്യത്തിൻ്റെ അധിപന്മാർ സോഴ്സറി, ആസ്ട്രോളജി, വിച്ച് ക്രാഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ, അഹങ്കാരം പറഞ്ഞാൽ, ദൈവമക്കളെ, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ തുടങ്ങിയാൽ അതിൽ വ്യാപരിക്കുന്നത് എന്താണ്? ബാബിലോണിയൻ സ്പിരിറ്റ്. So we are not talking about Iraq now. We are not talking about Mesopotamia. We are not talking about ancient Babylon or Neo Babylon. We are talking about the present Babylon. Yes. അതെവിടെയുണ്ട്? വേൾഡ് വൈഡ്. ഇനി ഏതെങ്കിലും ഉണ്ട് ഫ്രെയിംസ് ഇതിനോട് ബന്ധപ്പെട്ട്? ബാബിലോൺ ഇൻ ദ പ്രോഫറ്റ്സ്. അതിനുശേഷം പ്രവാചക പുസ്തകങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ ഏശയ്യാവ്, ഇരമ്യാവ്, ഈ ചാപ്റ്ററുകളിലെല്ലാം മൊത്തം ഇത് തന്നെ പറഞ്ഞിരിക്കുന്നത്. ദ ജുവൽ ഓഫ് കിങ്ഡംസ്, ദ ഹാമർ ഓഫ് ദ ഹോൾ എർത്ത്. These prophecies reveal Babylon as the arrogant, godless power opposing God's kingdom. അതിനുശേഷവും ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. Thus Babylon becomes a code word for every nation or system that exalts itself against the Lord. ദൈവത്തിനെതിരെ നിൽക്കുന്ന ഏതൊരു സിസ്റ്റവും, ഭരണവും, രാജ്യവും, രാജ്യതന്ത്രജ്ഞന്മാരും എല്ലാം ബാബിലോണിൻ്റെ പാർട്ടാണ്. സോ പ്രൊഫറ്റിക്കലി ബൈബിൾ ഭാഷയിൽ, റെവലേഷൻ്റെ ഭാഷയിൽ ബാബിലോൺ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, അതൊരു പ്രത്യേക രാജ്യമല്ല. ഇറ്റ് ഈസ് എ സിസ്റ്റം, ഇറ്റ് ഈസ് എ സ്പിരിറ്റ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ഗോഡ്, റെബലിംഗ് അഗെയിൻസ്റ്റ് ഗോഡ്. അതിനകത്ത് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കി. ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ, ഫോട്ടോ ഉണ്ടല്ലോ കയ്യിൽ, ഫോട്ടോ എടുത്ത് വെച്ചേക്കണം. ഇത് കണ്ടൊക്കെ വാട്ട് ബാബിലോൺ റെപ്രസെൻറ്റ്സ് ടുഡേ. ഇതാണ് കണ്ണ് തെളിയിക്കുന്ന ഫ്രെയിം. ഇതിലാണ് കണ്ണ് തെളിയേണ്ടത്. ബാബിലോൺ ഈസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ്, ഒരു സ്ഥലമല്ല, പിന്നെ എന്താണ്? ഇറ്റ് ഈസ് എ സ്പിരിറ്റ്, എ സിസ്റ്റം ആൻഡ് എ സെഡക്ഷൻ ദാറ്റ് സ്റ്റിൽ ഓപ്പറേറ്റ്സ് ഇൻ ദ വേൾഡ് ടുഡേ. ഇന്ന് ബാബിലോൺ ഉണ്ടോ? ഇറാഖിൽ പോകണ്ട, ആ സ്പിരിറ്റ് എല്ലായിടത്തുണ്ട്. ബാബേൽ ഗോപുരം പണിത സ്പിരിറ്റ്, ദൈവത്തിനെതിരെ മത്സരിക്കുന്ന സ്പിരിറ്റ്, ദൈവമക്കളെ പീഡിപ്പിക്കുന്ന സ്പിരിറ്റ്. റിലീജിയസ് ബാബിലോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഓൾ ഫോൾസ് റിലീജിയൻസ് ആൻഡ് അപ്പോസ്റ്റേറ്റ് ഫോംസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ദാറ്റ് റീപ്ലേസസ് ക്രൈസ്റ്റ് വിത്ത് മാൻ മെയ്ഡ് ട്രഡീഷൻസ് ആൻഡ് സെൽഫ് വർഷിപ്പ്. എല്ലാവരും പറഞ്ഞു റിലീജിയസ് ബാബിലോൺ. റിലീജിയസ് ബാബിലോൺ എന്ന് പറഞ്ഞാൽ ബാബിലോൺ മതം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്ത് സാധനമാണ്? ഏത് റിലീജിയനായാലും, അപ്പോസ്റ്റേറ്റ് ഫോംസ് ഓഫ് ക്രിസ്ത്യാനിറ്റി, വിശ്വാസം തള്ളിക്കളഞ്ഞ് മതമായി അധപ്പതിക്കുന്ന ക്രിസ്ത്യാനിറ്റിയും ബാബിലോണിൻ്റെ പാർട്ടാണ്. ഏത് സഭയും, ഏത് ഡിനോമിനേഷനും ഇന്നൊന്നുമില്ല. മതമായി അധപ്പതിച്ചാൽ അത് ദൈവത്തിനെതിരെ തിരിയും. അവരും ദൈവമക്കളെ പീഡിപ്പിക്കും. അത് ഹിസ്റ്ററിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇസ് ദാറ്റ് ക്ലിയർ? അടുത്തത് പൊളിറ്റിക്കൽ ബാബിലോൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്താണ്? വേൾഡ് എംപയേഴ്സ് ആൻഡ് ഗവൺമെന്റ്സ് ദാറ്റ് എക്സോൾട്ട് പ്രൈഡ്, പവർ ആൻഡ് കൺട്രോൾ, റിജക്റ്റിംഗ് ഗോഡ്സ് അതോറിറ്റി. ദൈവമാണ് പരമാധികാരി, സോവറിൻ ഗോഡ്. ദൈവത്തിനെതിരെ നിൽക്കുന്ന ഏത്
വേൾഡ് എംപയർ, സാമ്രാജ്യം ഉണ്ടാക്കി ഗവൺമെൻറ് ഉണ്ടാക്കിയാലും അഹങ്കാരത്തിൽ നിന്നാൽ അത് പൊളിറ്റിക്കൽ ബാബിലോണാണ്. ഇക്കണോമിക് ബാബിലോണുണ്ട്. അതെന്താണത്? The global system driven by greed, luxury and exploitation, wealth without worship. ഒരു സാമ്പത്തിക ബാബിലോണുണ്ട്. ദൈവമില്ലാതെ കെട്ടിപ്പണിയുന്ന സാമ്പത്തിക സാമ്രാജ്യങ്ങൾ, കൊമേഴ്സ് എല്ലാം, അത് ബിസിനസ് ആകട്ടെ, വടവ് സ്റ്റോക്ക് ആകട്ടെ, എന്തായാലും. കൾച്ചറൽ ബാബിലോണുണ്ട്. ദ മോറൽ കറപ്ഷൻ ഓഫ് ദിസ് ഏജ്. ഈ കാലഘട്ടത്തിൻ്റെ ഒരു ധാർമ്മിക അധപ്പതനം, എൻ്റർടൈൻമെൻറ്റ്, പെർവേർഷൻ, ഡിസെപ്ഷൻ ആൻഡ് ദി എക്സോൾട്ടേഷൻ ഓഫ് സെൽഫ് എബവ് ഹോളിനെസ്. എൻ്റെ ഡ്യൂട്ടി ഞാൻ പറയുമോ, ഒരു ദൈവദാസനായതുകൊണ്ട് ഈ കൾച്ചറൽ ബാബിലോൺ വളരെ ശ്രദ്ധിക്കണം. എനിക്കിത് പറയാതിരിക്കാൻ സാധ്യമല്ല. കൾച്ചറൽ ബാബിലോൺ വളരെ ശ്രദ്ധിക്കണം. ബിക്കോസ് കൾച്ചർ ഈസ് ലൈക്ക് ദ എയർ യു ബ്രീത്ത്. ദാറ്റ് ഈസ് കൾച്ചർ. അതുപോലെ അകത്തോട്ട് കയറും. മനസ്സിലായോ? വി ആർ ലിവിങ് ഇൻ ദാറ്റ് സിസ്റ്റം. അപ്പം അതിൽ കൂടെ വരുന്ന, ഇൻഫിൽട്രേറ്റ് ചെയ്ത് വരുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്ന കണ്ടാമിനേഷൻസും അങ്ങനെയുള്ളതല്ല. ദിസ് ഈസ് ഓക്കെ, ദിസ് ഈസ് ഓക്കെ ഫോർ പീപ്പിൾ, ദിസ് ഈസ് ഓക്കെ ഫോർ ചിൽഡ്രൻ ഓഫ് ഗാഡ് എന്ന് പറയുമെങ്കിലും നമ്മളെ പതുക്കെ പതുക്കെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്ന ഓൾ കൈൻഡ്സ് ഓഫ്, അതിൽ എൻ്റർടൈൻമെൻറ്റ് തുടങ്ങി എല്ലാ സാധനങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇനി ഉണ്ടോ ഏതെങ്കിലും? സമ്മറി. ദിസ് ഈസ് ദ സമ്മറി. എന്താണത്? ഫ്രം നിമ്രോദ് ടു നെബൂഖദ്നേസർ ആൻഡ് ഫ്രം പെർഗമോസ് ടു റോം. റോം എന്ന് പറയാൻ കാരണം, യോഹന്നാൻ ഇത് എഴുതുന്ന സമയത്ത് ബാബിലോൺ റോമായിരുന്നു. യു മിസ്ഡ് ഇറ്റ്. വളരെ കീ ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഇനി ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതാണ്. യോഹന്നാൻ ഇത് എഴുതുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ബാബിലോൺ ഏതാ? റോം. അതുകൊണ്ടാണ് ഈ 2 അധ്യായങ്ങൾ വായിക്കുമ്പോൾ റോം ഇങ്ങനെ കയറി വരുന്നത്. പക്ഷെ ഇപ്പം അതാണോ? ഇപ്പം ഏതാണ്? ഇന്നത്തെ ഈ സ്പിരിറ്റുള്ള എല്ലാ ലോകത്തിലെ സമ്പ്രദായങ്ങളും രാജ്യങ്ങളും ഇക്കോണമിയും എൻ്റർടൈൻമെൻറ്റും കൾച്ചറും എല്ലാം ഇപ്പോഴത്തെ ബാബിലോണാണ്. അടുത്തത്, ഇറ്റ് ബിഗാൻ ആസ് എ സിറ്റി ഓഫ് കൺഫ്യൂഷൻ evolved into an empire of corruption and endures as a spirit of deception. പിന്നെ പോയതൊക്കെ വായിച്ചാൽ മതി. Scripture promises that Babylon will fall and the kingdom of God will stand forever. Amen. 7ാമത്തെ ബൗൾ ഒഴിക്കുമ്പോൾ എന്താ പരിപാടി എന്നറിയുമോ? മനുഷ്യരായി ഉയർത്തിക്കൊണ്ടുവന്ന് പണിതുയർത്തിയ ബാബേലും ബാബിലോണും അതിനോട് ബന്ധപ്പെട്ട മുഴുവൻ സിസ്റ്റവും 1 യോഹന്നാൻ 5:19 the whole world is under the control of the evil one. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. അത് മുഴുവൻ തകർക്കുന്നതാണ് 7ാമത്തെ ബൗളിൽ സംഭവിക്കുന്നത്. എന്തിനു വേണ്ടി? ഈ ബാബിലോണിനെ തകർത്ത് ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ ഉയർത്തി വന്ന് ഇത് കേട്ടിട്ട്, കാരണം നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ് ദൈവരാജ്യം വെളിപ്പെടാൻ. ഈ മത്തായി 6-ാം അധ്യായത്തിൽ 6 മുതൽ ഇങ്ങനെ കുറേയൊക്കെ പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം വരണമേ. ലോകം മുഴുവൻ എല്ലാ പള്ളികളിലും സഭകളിലും ഒക്കെ പ്രാർത്ഥിക്കുന്നത് നിന്റെ രാജ്യം പറഞ്ഞേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. ഇതിന്റെ മറുപടിയാണ് വരാൻ പോകുന്നത്. മനുഷ്യനായി ഉണ്ടാക്കിയ കറപ്റ്റഡായ ഈ സിസ്റ്റം മുഴുവൻ പാറിച്ച് കളഞ്ഞിട്ട് ദൈവത്തിൻ്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലാക്കുന്ന പരിപാടിയാണ് വെളിപാട് പുസ്തകം അവസാനിക്കുമ്പോൾ സംഭവിക്കുന്നത്.
ഹല്ലേലൂയ. കുറച്ച് നേരം ഒന്ന് കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷയിലൊന്ന് Thank you, പ്രാർത്ഥിച്ച് Jesus. Thank you, Lord. We ഉറാഖാശാലാം praise you, Lord. ബ്രാഖാസിയ ഥലബറാഖാശാം ഥലബറധരബ ശഖരബലബറബ ശലാബ്രബബബ. ശക്തിയോടെ പ്രാർത്ഥിക്കും എല്ലാവരും. മൈക്കിലൂടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങയുടെ രാജ്യം വരണമേ കർത്താവേ. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ പഠിപ്പിച്ച ആ പ്രാർത്ഥന വീണ്ടും ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലേതുപോലെ കർത്താവെ നീതി നടപ്പാക്കപ്പെടുന്ന, ദൈവിക സമാധാനം നടപ്പാക്കപ്പെടുന്ന, സ്വർഗത്തിലെ ഇഷ്ടം അതുപോലെ നടപ്പാക്കപ്പെടുന്ന അങ്ങയുടെ രാജ്യം കർത്താവെ, ഇളകാത്ത രാജ്യം, തകർന്നു പോകാത്ത രാജ്യം, മത്സരികളില്ലാത്ത ആ രാജ്യം, ദൈവിക വ്യവസ്ഥയും ദൈവികമായ സ്ഥാപനവും ദൈവികമായ സംസ്കാരത്തിലും അധിഷ്ഠിതമായിരിക്കുന്ന ആ രാജ്യം കർത്താവെ, അത് ഞങ്ങളുടെ കണ്ണുകളാൽ ഞങ്ങൾ കാണുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രത്യാശ അതാണല്ലോ കർത്താവെ. ഞങ്ങൾ അത് കാണുകയാണ് കർത്താവെ. അങ്ങനൊരു രാജ്യം മുൻകൂട്ടി കണ്ടിട്ടാണല്ലോ അബ്രഹാം യാത്ര തിരിച്ചത്. അതുപോലെ കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ യാത്ര ആ രാജ്യം കണ്ടുകൊണ്ട് കർത്താവെ, ആ ശില്പിയെ കണ്ടുകൊണ്ട് കർത്താവെ, ആ പണി കണ്ടുകൊണ്ട് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുകയാണ് കർത്താവെ. ഞങ്ങൾ തകർന്നു പോകത്തില്ല, ഞങ്ങൾ വീണു പോകത്തില്ല, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിനകത്ത് ഇന്ന് ആ വിശ്വാസവും പ്രത്യാശയും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. ആമേൻ. എനിക്ക് എഴുന്നേറ്റൊക്കെ ഓടാനൊക്കെ തോന്നുന്നു. ഓ ഹല്ലേലൂയ. കുറച്ച് സമയമുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് മിനിറ്റുകൾ ഞാൻ കൂടുതലെടുക്കും, കാരണം ഇന്നലെ ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടത് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തേ പറ്റൂ. ദയവായി സഹിച്ചിരിക്കണം. ചാപ്റ്ററിലോട്ട് നമ്മൾ കയറിയിട്ടില്ല, സെറ്റിംഗ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ സ്പീഡിലായിരിക്കും പോകുന്നത്. പക്ഷേ ഗ്രൗണ്ട് വർക്ക് ഉള്ളത് കൊണ്ട് ഇനി കാര്യങ്ങൾ ഗ്രിപ്പിൽ വന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോകാം. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-18 അധ്യായങ്ങളിലാണ് ബാബിലോണിൻ്റെ പതനം. പറഞ്ഞേ, ബാബിലോണിന്റെ പതനം. ഏതൊക്കെ അധ്യായങ്ങളാണ്? 17, 18. പക്ഷെ 17 പറയുന്നതല്ല 18 പറയുന്നത്, രണ്ടും രണ്ടാണ്. 17 സംഭവിക്കാൻ പോകുന്നത്, 17 നമ്മൾ കാണുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയാണ്, ഒരു വേശ്യ സ്ത്രീയെ കാണുന്നു. ഒന്ന് സ്ക്രീനിൽ നോക്കിയാൽ ഏകദേശം ഐഡിയ കിട്ടും. ജഡ്ജ്മെൻറ്റ് ഓഫ് ബാബിലോൺ ദ ഗ്രേറ്റ്. രണ്ടായിട്ടാണ് പരിപാടി. ഒന്നാമത്തേത് ചാപ്റ്റർ 17 ദ പ്രോസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാബിലോൺ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് റെഡ് ലൈറ്റ് സ്ട്രീറ്റിൽ നിന്ന് വന്ന ഒരു സ്ത്രീ അല്ല. പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അല്ല ഈ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ പിക്ചറൊക്കെ കാണിക്കും ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ. ഇത് അങ്ങനെ ഒരു പെണ്ണുമല്ല, ഏതെങ്കിലും ബ്രോത്തലിൽ നിന്ന് ഇറങ്ങി വന്നതല്ല. അർത്ഥം എന്താണ്? വായിക്കുക. ദ ഫാൾസ് റിലീജിയസ് സിസ്റ്റം ഈസ് ഡിസ്ട്രോയ്ഡ്. എന്താണത്? വ്യാജ മത സംവിധാനങ്ങളാണ്. അതല്ലാതെ ഇങ്ങനൊരു പെണ്ണല്ല. അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഒരു വേശ്യ സ്ത്രീ. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. പെട്ടെന്ന് ഈ വേശ്യയെ കാണുമ്പോഴേക്ക് ഇവളെവിടെ ഇരിക്കണേ, എവിടെ പോയി കാണാൻ പറ്റും എന്നല്ല ചിന്തിക്കേണ്ടത്. അങ്ങനൊരു പെണ്ണില്ല, അങ്ങനൊരു വേശ്യാസ്ത്രീയുമില്ല. ഇതെന്താണ്? ഒരു സിമ്പൽ മാത്രമാണ്. പക്ഷെ ഈ വേശ്യയെ കണ്ടാൽ എന്ത് കാണണം? All false religious systems in this world. നൂറ്റാണ്ടുകളായി മനുഷ്യൻ പടുത്തുയർത്തിയ മതവിശ്വാസങ്ങളും സംവിധാനങ്ങളും മൊത്തത്തെ ദൈവം വിളിക്കുന്ന പേരാണ് പ്രോസ്റ്റിറ്റ്യൂട്ട്. കാൾ മാർക്സ് പറഞ്ഞ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞു, ഓപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. കർത്താവ് അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. അവിടെ ഒരു വേശ്യയാണെന്ന് പറഞ്ഞു. അടുത്തത് 18-ാം അധ്യായത്തിൽ നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ദ സിറ്റി ഓഫ് ബാബിലോൺ. ഇത് രണ്ടും രണ്ടാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാബിലോൺ വേറെയാണ്, സിറ്റി ഓഫ് ബാബിലോൺ വേറെയാണ്. എന്താണത്? സിറ്റി ഓഫ് ബാബിലോൺ, ദ ഗ്ലോബൽ കൊമേഴ്സ്യൽ സിസ്റ്റം ഈസ് ഡിസ്ട്രോയിഡ്. ആഗോള സാമ്പത്തിക വ്യവസ്ഥിതി, മനുഷ്യനായി ഉണ്ടാക്കിയ ആഗോള സാമ്പത്തിക വ്യവസ്ഥിതി. ആദ്യത്തേത് റിലീജിയസ് ബാബിലോൺ, രണ്ടാമത്തേത് കൊമേഴ്സ്യൽ ബാബിലോൺ അല്ലെങ്കിൽ ഇക്കണോമിക് ബാബിലോൺ. അതിൻ്റെ കൂട്ടമായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടി വരും. നേരത്തെ പറഞ്ഞ കൊമേഴ്സ്യൽ, വേറെ എന്തൊക്കെ പറഞ്ഞ് കൾച്ചറൽ, അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ രണ്ടിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യേണ്ടി വരും. വളരെ പെട്ടെന്ന് സെഗ്മെൻറ്റ് നമ്പർ 1 ഇത്തിരി സ്പീഡിലായിരിക്കും പോകുന്നത്. എല്ലാവരും ഒപ്പം ഉണ്ടായിരിക്കണം. നമ്പർ 1, ദ ഗ്രേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദ ബീസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ്. മഹാവേശ്യയും മൃഗവും അവതരിക്കപ്പെടുന്നു.
പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ച്, Yeah. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ യോഹന്നാൻ ഇനി കാണാൻ പോകുന്നത് എന്താണ്? ഒരു ഗ്രേറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ട് ഹു സിറ്റ്സ് ഓൺ മെനി വാട്ടേഴ്സ്. വായിക്കും. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയത്? മരുഭൂമിയിലേക്ക്. ഈ കീ വേർഡ്സ് ഒക്കെ ഞാൻ ഇടയ്ക്ക് എടുത്ത് പറയും. നമുക്ക് എല്ലാം രണ്ടും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സ്പീഡിൽ പോവുകയാണ്. ഓക്കെ. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണ നാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഓക്കെ. അപ്പോൾ അവിടെ ഇവൾ എവിടെ ഇരിക്കുന്നത്? കാറിലല്ല, ടാക്സിയിലൊന്നും അല്ല ഇരിക്കുന്നത്. പിന്നെ എന്തിന്മേലും ഇരിക്കുന്നത്? പെട്ടെന്ന് വായിക്കേ. എ വുമൺ സിറ്റിംഗ് ഓൺ എ സ്കാർലറ്റ് beast that he has covered with blasphemous names and had 7 heads and 10 horns. ഇതാ ഇരിപ്പ്. ഈ പെണ്ണിൻ്റെ ഇരിപ്പ് ഇങ്ങനെയാണ്. ഇവിടെ എവിടെ നിന്നാണ് വന്നത്? എങ്ങൊന്നും വന്നതല്ല. ഇതെന്തിനെയാണ് കാണിക്കുന്നത്? എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാക്കിയ എല്ലാ റിലീജിയസ് സിസ്റ്റവും, യു നെയിം ഇറ്റ് വാട്ട് എവർ യു വാണ്ട്, അതാണ് ഈ സ്ത്രീ. അതല്ലാതെ ജസബേലിനെ പോലെയോ യഹൂദയെ പറ്റിച്ചൊരു താമാറൊക്കെയോ വേശ്യയുടെ വേഷം, ഇങ്ങനത്തെ ഒരു ചീത്ത സ്ത്രീ, അങ്ങനത്തെ ഒരു സാധനമേ അല്ല. ഇത് കണ്ടാൽ എന്ത് മനസ്സിലാക്കണം? ഭൂമിയിലെ മതങ്ങൾ എന്തുകൊണ്ടാണത്? നമ്മൾ വിചാരിക്കുന്നത് ദൈവം മതത്തിൻ്റെ ഉള്ളിലല്ല ഇരിക്കുന്നത്. മതമുള്ളത് ദൈവത്തെ വിളിക്കാനല്ല, മതം ഉള്ളത് കൊണ്ടല്ലേ മനുഷ്യന് ഈശ്വര വിശ്വാസമുള്ളത്, ദൈവത്തെ അറിയുന്നത്. അങ്ങനെയല്ല കുഞ്ഞെ. ഇവിടെ നോക്ക്, എന്നെ നോക്ക്. മനുഷ്യരെ പുറത്തു പറയരുത്. മനുഷ്യരെ ദൈവത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ അകറ്റുന്നത് മതമാണ്. നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി. കാരണം മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ വിശ്വസിക്കുന്നത് ഞാൻ ദൈവത്തോട് അടുത്ത ആളാണെന്നും ദൈവത്തിന് എന്തോ ചെയ്തെന്നും ഞാൻ ആത്മീയമായി ഓക്കെ ആണെന്നുമാണ്. ബട്ട് ദാറ്റ് ഇസ് എ സ്യൂഡോ സാറ്റിസ്ഫാക്ഷൻ. ദൈവത്തിൽ നിന്ന് ഏറ്റവും അകന്ന് നിൽക്കുന്നത് മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. എന്തിൻ്റെ ബേസിലാണ് അങ്ങനെ പറയുന്നത്? പറഞ്ഞു തരാം. യേശുവിനെ ക്രൂശിച്ചത്, നമ്മുടെ കർത്താവിനെ, തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചത് ക്രിമിനൽസ് അല്ല, മോഷ്ടാക്കളല്ല, ടെററിസ്റ്റുകളല്ല, മതമാണ്. ആരാ പ്ലോട്ട് ചെയ്തത്? വലിയ പൗരോഹിത്യ വസ്ത്രങ്ങളെല്ലാം വെച്ചിട്ട് വിലപേശുക. പറഞ്ഞോട്ടെ, 5 തരാം, കാണിച്ച് 5 കൊണ്ട് ഈ കാലത്ത് എന്ത് കിടക്കാനാ? കുറച്ചും കൂടി കൂട്ടിത്താ, 10 തരാം, നീ ഏതാണെന്ന് പറ. ഇത്രയും വലിയൊരു കാര്യം ആർക്കും സാധിക്കാത്ത ഞാൻ ചെയ്തു തരുമ്പോൾ, ഇയാളെ ഞാൻ കാണിച്ചു തരുമ്പോൾ, ഈ 10 കൊണ്ട് 10 വെള്ളിക്കാശ് എന്തിനുണ്ട് ഈ കാലത്ത്? അതായിരിക്കട്ടെ 15 തരാം. പേശി 30 ഉറപ്പിച്ചു. ആരാ ഉറപ്പിച്ചത്? റിലീജിയസ് ലീഡേഴ്സ്. കർത്താവിനെ ക്രൂശിച്ചത് മതമാണ്. കണ്ണൂർന്ന് ബൈബിൾ പഠിക്കും. മതമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അഴിച്ചുവിട്ടതും മതമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ തോക്കെടുത്തത് മതത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ. ഇന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ആയുധമെടുത്തത് മതം കൊണ്ടാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതിൻ്റെ പേരാണ് മഹദിയാം ബാബിലോൺ.
ശൗലിനോട് പട്ടാപ്പകൽ കർത്താവ് ഇറങ്ങി എന്നിട്ട് പറഞ്ഞു, ശൗലേ ശൗലേ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തോ? ശൗൽ എന്താ ചെയ്യുന്നത്? തോറ മുഴുവൻ അരച്ച് കലക്കി കുടിച്ചിട്ട്, ഗമാലിയലിൻ്റെ എഴുന്ന് ഡോക്ടറേറ്റ് എടുത്ത് തോറ മുഴുവൻ കലക്കി കുടിച്ചിട്ടാണ് ദൈവമക്കളെ കൊല്ലുന്നത്, സ്റ്റെഫാനോസിനെ കൊല്ലുന്നത്. പുള്ളിക്ക് കണ്ണ് വന്നത് തെളിഞ്ഞപ്പോഴെന്നറിയുക, സ്കെയിൽസ് 2 ചെതമ്പൽ താഴെ പോയപ്പോഴാണ്. ആ ചെതമ്പൽ ഫിറ്റ് ചെയ്ത് തരാം മതം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ന്യായവിധി വരുന്നത് എവിടെയാണ്? ലോകത്തിൽ മൊത്തമുള്ള റിലീജിയസ് സിസ്റ്റത്തിൻ്റെ മേൽ ഒരു ഭയങ്കരമായ ന്യായവിധി വരുന്ന ചിത്രമാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ ഈ സ്ത്രീ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളും, ബീസ്റ്റുണ്ട്, സ്കാർലറ്റ് ബീസ്റ്റുണ്ട്. ഇനി താഴേക്ക് വായിക്കുമ്പോൾ അവളുടെ ഐഡൻറ്റിറ്റി പലതും പറയുന്നുണ്ട് അല്ലേ? ഇതിൽ ഇങ്ങനൊരു വചനമുണ്ട്, അതായത് ജഡ്ജസ് ഏതാ? ന്യായാധിപന്മാർ 2:17 പറയുന്നു. എങ്ങനെയാണിത് കിട്ടിയത്? ഒന്ന് സ്ക്രീനിലൊന്ന് നോക്കിയേ. ജഡ്ജസ് 2:17, they prostituted themselves to other gods and worshipped them. തങ്ങളുടെ ന്യായാധിപന്മാരെയും അനുസരിക്കാതെ അന്യദൈവങ്ങളോട് പരസംഗം ചെയ്തു. അന്യദൈവങ്ങളോട് പരസംഗം ചെയ്തു. അതിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡാണ് പ്രോസ്റ്റിറ്റ്യൂട്ടഡ്. ജനങ്ങൾ എന്ത് ചെയ്തു? ജനങ്ങൾ ഏക സത്യ ദൈവത്തെ അല്ലാതെ ഏതെങ്കിലും മറ്റൊരു ദൈവത്തിലോട്ട് തിരിഞ്ഞാൽ ദൈവം അതിനെ വിളിക്കുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സ്പിരിച്വൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. ശരിക്കുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണ്? സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കാം, പക്ഷേ അതിനെ വിട്ടിട്ട് പല 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 പുരുഷന്മാരുടെ പുറകെ പോവുകയും അതിനെ ഒരു വരുമാന മാർഗമാക്കുകയും ചെയ്താൽ അതിൻ്റെ പേരാണ് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇത് തന്നെയല്ലേ മതങ്ങൾ ചെയ്യുന്നത്? ഇവിടെ നോക്ക്, സർവവും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കാതെ അവരവരായി തന്നെ ഉണ്ടാക്കുന്ന കുറ്റി കൊച്ച് പ്രപഞ്ചത്തിലുള്ളതും അതും സ്വർണ്ണം കൊണ്ടും വെള്ളി കൊണ്ടും അതുകൊണ്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നതിനെ ആരാധിക്കുമ്പോൾ ദൈവം അതിനെ വിളിക്കുന്നത് എന്താണ്? ഈ ആളുകൾ അതിനെ വിളിക്കുന്നത് ഭക്തി എന്നാണ്. ഒരു സഹകരണ സംഘമായിട്ട് പോരുന്നെങ്കിൽ നല്ലതായിരുന്നു. കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു സംഭവം അല്ലേ? ഇപ്പം ഞാൻ ലാസ്റ്റ് എന്താ പറഞ്ഞത്? അല്ല, മനുഷ്യരതിനെ ഭക്തി എന്ന് വിളിക്കുമ്പോൾ ദൈവം അതിനെ വിളിക്കുന്നത് വേശ്യാവൃത്തി. അതാണ് ഈ വചനം. They prostituted themselves to other gods, lowercase g, and worshipped them. കൈവൃത്തി പ്രാർത്ഥിച്ച് ഇത് കേൾക്കുന്നവരുടെ കണ്ണൊന്ന് തുറക്കാൻ വേണ്ടി, തിമിരം മാറാൻ വേണ്ടി, സ്കെയില് പോകാൻ, ബ്ലൈൻഡ് ഫോൾഡിങ് പോകാൻ വേണ്ടി എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല, ഒന്നെങ്കിൽ ശരിക്കും പ്രാർത്ഥിച്ച്. കർത്താവേ, പാരമ്പര്യ രീതികൾ, പാരമ്പര്യ സമ്പ്രദായങ്ങൾ, പാരമ്പര്യ വിശ്വാസത്തിൽ കർത്താവെ പിടിച്ചു തൂങ്ങി നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന അവരുടെ കണ്ണ് തുറക്കണമേ കർത്താവെ. യഥാർത്ഥ സത്യം മനസ്സിലാക്കുവാൻ കർത്താവെ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാൻ, യഥാർത്ഥ ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനുള്ള ചങ്കൂറ്റത്തോടെ പല വ്യവസ്ഥകളും സിസ്റ്റങ്ങളും വിട്ട് പുറത്തു വരുവാൻ കർത്താവേ, അങ്ങയുടെ കൃപ അവരുടെ മേൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അത് വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആമേൻ പറയാം. Segment number 2, the woman clothed in luxury and blasphemy. ധൂമ്രവർണ്ണവും കടും ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ച സ്ത്രീയും ദൂഷണവും. Verse number 4 വായിക്കാം. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. അതായത് ഇവളുടെ ഡ്രസ്സാണ് പിന്നെ പറയുന്നത്. ഇവളുടെ കോസ്റ്റ്യൂമും അപ്പാരിഷനും ഒക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷേലാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവളെ തന്നെ അഡോൺ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ പുറത്തു നിന്ന് ഭയങ്കര അട്രാക്ഷനുണ്ട്. കയ്യിലൊരു പാനപാത്രം പിടിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം എല്ലാറ്റിൻ്റെയും ഇമേജറിയുടെ ഒരു ടേബിൾ അങ്ങ് തരാം. പറഞ്ഞു പോവുകയാണ്. ആ ചാർട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ച് വായിച്ചാൽ ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ പോവുകയാണ്. ഈ സ്ത്രീയുടെ ഔട്ട്വേർഡ് അപ്പിയറൻസ് കണ്ടു. എന്തൊക്കെയാണ്? പേർപ്പിൾ കൊടുത്തിരിക്കുന്നു, സ്കാർലറ്റ് ഉണ്ട്, ഗ്ലിറ്ററിങ് വിത്ത് ഗോൾഡ്, ഒത്തിരി സ്വർണ്ണാഭരണങ്ങളുണ്ട്,
വില പിടിച്ച സ്റ്റോൺസ്, പേൾസ്, ഇതൊക്കെയുണ്ട്. ഗോൾഡൻ കപ്പ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അതിൻ്റെ അകത്ത് എന്താണ്? പുറത്ത് നോക്കിയ സ്വർണ്ണ കപ്പ്, പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും അശുദ്ധമായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. ഏകദേശം ഒരു പിക്ചർ മനസ്സിലായല്ലോ? ഈ ഒരു 1-2 വചനങ്ങൾ എഴുതിക്കോ. ജെറമായ 51:7 അതിൽ പറയുന്നത്, ബാബിലോൺ വാസ് എ ഗോൾഡ് കപ്പ് ഇൻ ദ ലോർഡ്സ് ഹാൻഡ്. ഷീ മെയ്ഡ് ദ ഹോൾ എർത്ത് ഡ്രങ്ക്. The nations drank her wine, therefore they have now gone mad. അങ്ങനൊരു വചനമുണ്ട്. അത് എഴുതി വെച്ചു, പിന്നീട് വായിച്ചാലും മതി, നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. നമ്പർ 3, the mystery name Babylon the Great. മർമ്മം മഹദിയാം ബാബിലോൺ. Verse number 5. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഇവൾ ആരാണ്? ഇവളുടെ നെറ്റിയിൽ അല്ലെങ്കിൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ലേബൽ, ഇവളുടെ ടാഗ് ലൈൻ ഇതാണ്, മിസ്റ്ററി. അത് മൊത്തം അപ്പർ കേസിൽ, ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് മിക്കവാറും എല്ലാ ബൈബിളിലും കൊടുത്തിരിക്കുന്നത്, അല്ലേ? മിസ്റ്ററി, ബാബിലോൺ ദ ഗ്രേറ്റ്, ദ മദർ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓഫ് ദി അബോമിനേഷൻസ് ഓഫ് ദി എർത്ത്. മലയാളം ഒന്നുകൂടി വായിക്കാൻ മതി. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. ഈ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിഡൻ, നിഗൂഢമായി രഹസ്യമായിരിക്കുന്ന, പുറത്തുനിന്ന് ആർക്കും മനസ്സിലാകാത്തൊരു സാധനമാണ് മിസ്റ്ററി. മർമ്മം എന്നാണ് സാധാരണ ബൈബിൾ ഭാഷ. അതിൻ്റെ അർത്ഥം സോ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ശരിയല്ലേ? നിരീശ്വരവാദികളെ പിന്നെ നമ്മൾ അങ്ങോട്ട് മാറ്റി, അവർക്ക് ദൈവമില്ല, പോട്ടെ. പക്ഷേ ഈശ്വര വിശ്വാസികളെ മാത്രമേ, തീസ്റ്റുകൾ എടുക്കുക, എത്തീസ്റ്റുകൾ പോട്ടെ, തീസ്റ്റുകൾ ഇങ്ങ് എടുക്കുക. തീസ്റ്റുകൾ പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മതം, ഡു യു ബിലീവ് ഇൻ എനി റിലിജിയൻ, ഐ എം ദിസ്, അവർ ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ഏറ്റെടുത്ത ഒരു മതം അവർ പൊക്കി പിടിക്കും. ആ മതത്തിൻ്റെ കുറേ ആചാരങ്ങൾ കാണും, പ്രാർത്ഥനാക്രമങ്ങൾ കാണും, ആ മതത്തിനൊരു ഗ്രന്ഥം ഉണ്ടായിരിക്കും, ഇതെല്ലാം വെച്ചിട്ട് അങ്ങ് പോവുകയാണ്. ആരെങ്കിലും ചിന്തിക്കുമോ ഇയാൾ ദൈവത്തിൽ നിന്ന് ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്? ദാറ്റ് ഈസ് എ മിസ്റ്ററി. ദാറ്റ് ഈസ് എ മിസ്റ്ററി. ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻ റിലിജൻ ആണേ, ഇൻക്ലൂഡിങ് ക്രിസ്ത്യൻ റിലിജൻ. Christian religion, because Jesus never founded any religion. യേശു കർത്താവ് ഒരു മതം സ്ഥാപിക്കാനല്ല വന്നത്. മാത്യു 23 അങ്ങെടുത്ത് വായിക്കണം. 24 നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ ടൈമിനെ കുറിച്ചുള്ള പ്രോഫസി, 24-25. 23 എടുത്ത് വായിക്കണം. കർത്താവ് വരുന്നത് ടൊർണേഡോ ആയിട്ടാണ്, വലിയൊരു കൊടുങ്കാറ്റാണ്. ആരോടാണ് ഈ സംസാരിക്കുന്നത്? റിലിജൻ. കർത്താവ് ക്ഷോഭിച്ച് കണ്ടത് എവിടെയാണ്? ആർക്ക് പറയാം? 2 പ്രാവശ്യം ദേവാലയ ശുദ്ധീകരണം, 2 പ്രാവശ്യം ശുശ്രൂഷ തുടങ്ങിയപ്പോഴും അവസാനവും 2 പ്രാവശ്യം ക്ലീനിങ് നടന്നു. ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു, ഡീപ്പ്. ശരിക്കങ്ങ് ശുദ്ധീകരിച്ചു എല്ലാം. അത് കണ്ടപ്പോഴേ ആളുകൾ പറഞ്ഞു, ഇത് കൺട്രോൾ വിട്ടു പോയിട്ടുണ്ട്. പുള്ളി വലിയ പ്രസംഗമൊക്കെ ആണെങ്കിലും കോപത്തെ നിയന്ത്രിക്കാൻ ഇവന് കഴിവില്ല. കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത, സെൽഫ് കൺട്രോൾ ഇല്ലാത്ത ഒരു ലീഡർ എന്നാണ് ആളുകൾക്ക് തോന്നിയത്. കർത്താവ് പറഞ്ഞു, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയും. 23-ാം അധ്യായത്തിൽ അന്നത്തെ റിലീജിയനെ മൊത്തം പറിച്ചു കീറി. കർത്താവ് ഉപയോഗിച്ച വാക്കുകൾ വെള്ള തേച്ച ചുവര്, പിന്നെ ശവകുടീരങ്ങൾ, ഇങ്ങനെ കുറേ ഭാഷ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പുറത്തെ ശവകുടീരെല്ലാം റെഡിയാക്കുക, അകത്ത് ചീഞ്ഞു നാറുന്ന അസ്ഥികളും മാംസങ്ങളും. ആരാ നോക്കിയാൽ പറയുന്നത്? റിലീജിയസ് ലീഡേഴ്സ്. അവരുടെ കയ്യിൽ എന്തുണ്ട്? അന്നത്തെ ബൈബിൾ, പഴയ നിയമം അവരുടെ കയ്യിൽ സ്ക്രോൾസ് ഇരിക്കുക, എഴുതുക, ചിലർ പകർത്തി എഴുതിക്കൊണ്ടിരിക്കുക 24/7. അപ്പം ഇതൊരു മർമ്മമാണ്. കൈകർത്തി പ്രാർത്ഥിച്ച് ആ മർമ്മം പുറത്തോട്ട് വെളിപ്പെട്ട് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് അതിനെ പിച്ച് കീറി
യെസ് പുറത്താക്കിയ ശക്തമായിട്ടൊന്ന് അന്യഭാഷയിൽ പ്രവർത്തിച്ച് ആചാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച കർത്താവെ, ആ മർമ്മം പുറത്തോട്ട് വെളിപ്പെട്ട് വരട്ടെ കർത്താവെ. രക്ഷയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്ന, രക്ഷയെ അന്വേഷിക്കുന്ന സത്യാന്വേഷികളായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ കർത്താവെ, ഈ മർമ്മം അവർക്ക് വെളിപ്പെടട്ടെ കർത്താവെ. ഈ മർമ്മം വെളിപ്പെടട്ടെ കർത്താവെ. ഈ പട്ടണത്തിൽ ഈ മർമ്മം ഒരു വലിയൊരു സമൂഹത്തിന് വെളിപ്പെടട്ടെ കർത്താവെ. കേരളക്കരയിൽ അത് വെളിപ്പെടട്ടെ കർത്താവ്. ഇന്ത്യയിൽ ആകമാനം, ലോകം എമ്പാടും കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, ഞങ്ങളുടെ മിത്രങ്ങളുടെ ഇടയിൽ ഈ മർമ്മം വെളിപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. ഇവിടെ വിളിക്കുന്നത് മദർ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്നാണ് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ അമ്മയായത്? ബിക്കോസ് ഇറ്റ് വാസ് ഫ്രം ദിസ് ബാബിലോണിയൻ പ്രോസ്റ്റിറ്റ്യൂഷൻ all kinds of religious systems came out. മനസ്സിലാവുന്നുണ്ടോ? അതായത് every false religion, heresy and system of idolatry can trace its spiritual DNA back to this Babylon. അതുകൊണ്ട് അവൾ വേശ്യമാരുടെ എല്ലാത്തിൻ്റെ എന്തായി അമ്മയായിട്ട് അറിയപ്പെടുന്നു ബാബിലോൺ. ഇനി നമുക്ക് നമ്പർ 4, the woman is drunk with the blood of the saints. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തയായിരിക്കുന്ന സ്ത്രീ. ഈ സ്ത്രീ വേറൊരു കുഴപ്പമുണ്ട്. ഈ സ്ത്രീ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ഡ്രങ്കാണ്, ഭയങ്കരമായിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആണ്, കുടിച്ച് പൂസായിരിക്കുക. പക്ഷെ എന്താ കുടിച്ചതെന്ന് പറയുക? വൈനല്ല, 3X അല്ല, ജോണി വാൾക്കർ അല്ല, പിന്നെന്താ, വിശുദ്ധന്മാരുടെ ബ്ലഡി മേരി അല്ല. എന്താ കുടിച്ചത്? വിശുദ്ധന്മാരുടെ രക്തം. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് അവള് മത്തയായിരിക്കുക, ബോധമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ഇന്ന് വരെ ലോക ചരിത്രത്തിൽ ഏതെല്ലാം ദൈവമക്കളെ ക്രൈസ്തവരെ പീഡിപ്പിച്ചിട്ടുണ്ടോ അത് ചിലർക്ക് ലഹരിയാണെന്നറിയാമോ? ദൈവദാസിമാരെ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നത് ലഹരിയായി എടുത്തിട്ടുള്ള ആളുകളുണ്ടെന്നറിയാമോ? They are dedicated to that. മത്ത് പിടിച്ചേക്കുക. 6-ാമത്തെ വചനം വായിക്കുമോ? വിശുദ്ധന്മാരുടെ രക്തവും യേശുവിന്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്ന ഞാൻ കണ്ടു. അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ഞാൻ ഒരു പെണ്ണിനെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നോട്ടെ. ഹേരോദാവിൻ്റെ ഭാര്യ, ഓർമ്മയുണ്ടോ? മോളെ വിളിച്ചിട്ട് പറയാം, മോളെ കൊണ്ട് വാ. എന്താ മമ്മി? ഞാൻ ഡാൻസ് പ്രോഗ്രാമോ? റിഹേഴ്സൽ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്ത്, കാരണം വലിയ ഡിഗ്നിറ്ററീസാണ് എൻ്റെ മുമ്പിൽ. ഗിഫ്റ്റ് എന്താ ചോദിക്കണം? പറഞ്ഞു കൊടുത്തത് എന്താ? ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ ഉൽക്ക പോലെ ശുശ്രൂഷിച്ച് കത്തിജ്വലിച്ച വിളക്കായി എല്ലായിടത്തും കർത്താവിൻ്റെ വഴിയൊരുക്കി കട്ട പിടിച്ച ഇരുട്ടുണ്ടായിരുന്ന ഹൃദയങ്ങളിൽ വെളിച്ചം വരുത്തിയ വിളക്കായ യോഹന്നാൻ്റെ തല ഒരു താലത്തിൽ വേണമെന്ന്. ഏതെങ്കിലും ഒരു സ്ത്രീ പറയൂ, ചോര കണ്ടാൽ പിടിക്കും സ്ത്രീകൾ. പക്ഷേ ഈ സ്ത്രീ അത് പറയണമെങ്കിൽ വാട്ട് വാസ് ദ സ്പിരിറ്റ് ബിഹൈൻഡ്? വിശുദ്ധന്മാരുടെ രക്തം കുടിക്കുന്ന സ്ത്രീ, ദാറ്റ്സ് എ സ്പിരിറ്റ്. ഡ്രാക്കുളൊക്കെ പുറകിൽ നിൽക്കും. ഡ്രാക്കുള ഇതിൻ്റെ അടുത്ത് വരില്ല, ഈ സ്ത്രീയുടെ അടുത്ത് വരില്ല. Number 5, the angel explains the beast's identity and history. ദൂതൻ മൃഗത്തിന്റെ സാരൂപ്യവും ചരിത്രവും വിവരിക്കുന്നു. വായിക്കാമോ? 7 and 8. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പും ഉള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന്. ആരാ പറയുന്നത്? ഈ 1-ാമത്തെ അധ്യായം തുടങ്ങി എത്ര ഏഞ്ചൽസാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുക. ഓരോന്നിനും ഓരോ ഏഞ്ചൽ വരുക. ഈ ദൂതം പറയുക, ഐ വിൽ എക്സ്പ്ലെയിൻ, ഐ ആം ദ ഇൻ്റർപ്രിറ്റർ. ഞാൻ പറഞ്ഞു തരാം, വായിച്ചോ. 8. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാൻ ഇരിക്കുന്നതുമാകുന്നു. ഉണ്ടായിരുന്നതും ഇതൊക്കെ വായിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകും? ഉണ്ടായിരുന്നു, ഉണ്ടാകും. ഒന്നുകൂടി വായിച്ച്. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും. ഈ മൃഗമാരോ? ഒരു മൃഗത്തിന്റെ മുകളിലല്ലേ കയറി ഇരിക്കുന്നേ?
യെസ്. ആ മൃഗം ആരാണെന്ന് പറയുമോ? ഇതേ കേട്ടോ. വിച്ച് യു സോ വൺസ് വാസ്, നൗ ഈസ് നോട്ട്, ആൻഡ് യെറ്റ് വിൽ കം അപ്പ് ഔട്ട് ഓഫ് ദി എബിസ്. ഉണ്ടായിരുന്നതും ഒരിക്കലും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പോൾ ഇല്ലാത്തതും. ഇത് ഈ പണ്ട് കടകഥ പറയുന്നത് കേട്ടിട്ടുണ്ടോ പിള്ളേർ? അതുപോലത്തെ ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. ദൈവകൃപയാൽ ഇത് മനസ്സിലാക്കാൻ പാടില്ലാത്തവർ മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ പറ. എന്നാൽ ശിശുക്കൾക്ക് കർത്താവ് അത് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വെളിപ്പെടും. ഇന്ന് രാത്രി അത് വെളിപ്പെടാൻ പോവുക. അപ്പോൾ ഒരു കോഡ് കിട്ടി. ക്ലൂ എന്താണ്? പിള്ളേർ പറയണ്ട, ഒരു ക്ലൂ പറയാമോ? ആ ക്ലൂ ഇതാണ്: വൺസ് വാസ്, നൗ ഈസ് നോട്ട്, ആൻഡ് യെറ്റ് വിൽ കം അപ്പ് ഔട്ട് ഓഫ് ദി അബിസ്. ഒരിക്കലും ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. കടങ്കഥയാണ്. പിന്നെന്താണത്? ഇനി പാതാളത്തിൽ നിന്ന്, അതല്ല, അഗാധ കൂപത്തിൽ നിന്ന് കയറി വരും. വാട്ട് ഈസ് ദാറ്റ്? താഴേക്ക് പോയി. ഇല്ലാത്തതും ഗോ ടു ഇറ്റ്സ് ഡിസ്ട്രക്ഷൻ. എന്നിട്ട് നീ നാശത്തിലേക്ക് പോവുകയും ചെയ്യും. എന്താണ് സാധനം? ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ എഴുതാതിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഈ ഭൂവാസികൾ ഇത് കണ്ടങ്ങ് അതിശയിക്കും. അങ്ങനത്തെ ഒരു മൃഗമാണ് ഈ മൃഗം. Revelation 1:8 who was and is to come. ഇരിക്കുന്നവനും ഇരുന്നവനും. അവിടെ ആബ്സെൻസ് ഇല്ല. ഇവിടെ ഈ പുള്ളി ഇടക്ക് മിസ്സായി. ഒരിക്കലും ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, പിന്നെ വരും. This is the revival of an anti-God empire or ruler after apparent defeat. ഒരിക്കൽ തോൽവി അടഞ്ഞു പോയി ഇല്ലാതായിപ്പോയ ഒരു സാമ്രാജ്യം പിന്നീട് റിവൈവ്ഡ് ആയിട്ട് തിരിച്ചു വരും. അങ്ങനൊരു കിങ്ഡം, അതിൻ്റെ ഒരു സൂചനയാണ് അവിടെ കാണുന്നത്. ഒത്തിരി പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നമ്പർ 6, the 7 heads and 10 horns explained. 7 തലകളും 10 കൊമ്പുകളും വിവരിക്കപ്പെടുന്നു. ഈ മൃഗത്തിന് 7 തലയുണ്ട്, 10 കൊമ്പുണ്ട്. അത് 9 to 14 വായിക്കാം. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. കണ്ടോ, ഈ ഭയങ്കര ഡീപ്പ് സീക്രട്ട് വരുവാണെങ്കിൽ 13-ാം അധ്യായത്തിൽ പറഞ്ഞു എന്ത് വേണം, എന്താവശ്യമാണ്? വിസ്ഡം. ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കല്ലാവരും ജ്ഞാനം തരണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവ് വരട്ടെ, വെളിപ്പാടിൻ്റെ ആത്മാവ് വരട്ടെ. യേശുവെ കർത്താവ്, ഞങ്ങൾ സ്വീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് റിവലേഷൻ സ്വീകരിക്കുന്നു ഇൻ ജീസസ് നെയിം. ആമേൻ. ഇപ്പോഴെങ്കിലും ഇത് കണ്ട ഉടനെ പ്രാർത്ഥിച്ചേക്കണം. അടുത്തത്, ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. 7 മലയാകുന്നു. 7 മല ഞാനിവിടെ മാപ്പ് കാണിച്ചു, ഇപ്പോഴത്തെ ഫോട്ടോ കാണിച്ചു, പണ്ടത്തെ ഒരു ഗ്രാഫിക്കൽ ഇതും കാണിച്ചു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? റോമിലുള്ള അതിൻ്റെ ലിസ്റ്റും ഒക്കെ ഞാനിവിടെ കാണിച്ചു ഓർക്കുന്നത്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ 7 മലകൾ ഞാൻ പറഞ്ഞല്ലോ. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ എഴുതുന്ന സമയത്ത് ബാബിലോൺ ഏതാണ്? റോമൻ സാമ്രാജ്യമാണ് ആ സ്പിരിറ്റിൽ അന്ന് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 7 മലയും ഒന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ ഭരണകൂടം ഇത് നേരെ ഈ റോമിലെ കൈസറാണെന്നോ, കൈസർ എന്നല്ലേ പറയണേ? സീസർ. നമ്മളിവിടെ പട്ടിക്ക് പേടുന്നതാണ് അവിടുത്തെ രാജാവ്. അവർ പുറത്ത് പറഞ്ഞു പോട്ടെ. അപ്പോൾ ഇത് കാണുമ്പോൾ ഇപ്പോഴും ചിലർ ധരിക്കുന്നത് റോമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വന്ന് വ്യാഖ്യാനിച്ച് അവസാനം എന്ത് പറഞ്ഞു? റോമൻ കാത്തലിക് ചർച്ചാണ് ഇതെന്നാക്കി. പല പുസ്തകങ്ങൾ അടിച്ചു വന്നിട്ടുണ്ട്, പല പുസ്തകങ്ങൾ അടിച്ചിരിപ്പുണ്ട്. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് റോമൻ കാത്തലിക് ചർച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി പുസ്തകങ്ങൾ അടിച്ചു കിടപ്പുണ്ട്. എന്നല്ല, അങ്ങനെയല്ല സംഭവം. എൻ്റെ ഈ ഇന്നേറ് പോയി, എൻ്റെ ബാറ്ററി പോയി കാണും, ഒന്ന് നോക്കിക്കേ. അത് ഊരിയെടുത്തു. ഓക്കെ, വിശ്വാസത്തിൽ സംസാരിക്കുന്നു. ഇത് റോമൻ കാത്തലിക് ചർച്ചാണെന്ന് ടീച്ച് ചെയ്യുന്ന ഒത്തിരി വ്യാഖ്യാന പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഇതൊന്നുമല്ല. പ്രത്യേകമായ ഒരു വിഭാഗത്തെയോ പ്രത്യേകമായ ഒരു സഭയെയോ ഒന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന വ്യാജമതങ്ങൾ ഏതൊക്കെയുണ്ട് അതെല്ലാം ഇതിൽപ്പെട്ടതാണ്. അത് ഏത് കാലഘട്ടത്തിൽ എന്താണോ അത്.
അന്നത്തെ കാലത്ത് വെച്ചോനെ. Thank you, Lord. Thank you, Jesus. Thank you. Thank you. എന്താ ഞാൻ പറഞ്ഞത് ലാസ്റ്റ്? ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊരു പ്രത്യേക സഭാവിഭാഗത്തെ ഒരു പ്രത്യേക ഇതിനെ ഒന്നും ക്രൂശിക്കേണ്ട ആവശ്യമില്ല. ആര് ഈ നേച്ചർ കാണിച്ചാലും അതാണെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ നമ്മൾ കാണിക്കാതിരിക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ സ്പിരിറ്റിൻ്റെ അകത്തോട്ട് നമ്മൾ പോകാതെ നോക്കിയാൽ മതി. ബാബിലോണിയൻ സ്പിരിറ്റിലേക്ക് ഒരു മതമോ ഒരു സഭയോ ഒരു ഡിനോമിനേഷനോ പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. ഈസ് ഇറ്റ് ക്ലിയർ? ഈ വ്യാഖ്യാനം തെറ്റിപ്പോയത് എവിടെയാണെന്ന് അറിയാം. ഈ റോമിനെ കുറിച്ചുള്ള ഈ 7 മലകൾ എവിടെയുള്ളത്? 7 മലയുള്ള ആകെ ഭൂമിയിൽ കൃത്യമായിട്ടുള്ള സിറ്റി ഏതാണ്? റോമാണ്. അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് വ്യാഖ്യാനം ആ വഴിക്ക് പോയി. പക്ഷേ അതേപോലെ 1960കളിൽ ഒരു വലിയ റിവൈവൽ റോമൻ കാത്തലിക് ചർച്ചിൽ കർത്താവ് അയച്ചു, കരിസ്മാറ്റിക് റിവൈവൽ. എൻ്റെ ഒരു ഇംപ്രഷൻ ഞാൻ പറയാം, ഇനി ഇതുവരെ കാണാത്ത ഒരു വലിയ റിവൈവൽ കൂടെ കാത്തലിക് ചർച്ചിൽ കർത്താവ് കൊണ്ടുവരും. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് അകത്ത്. പക്ഷേ അത് ആ ചർച്ചിൽ മാത്രമല്ല, എൻ്റെ ഒരു പ്രാർത്ഥനയും എൻറ്റയർ റിവൈവലിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇതാണ്: എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷനുകളിലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ ഫ്രഷ് മൂവ്, ഫ്രഷ് വേവ് ഉണ്ടായി. കർത്താവ് എല്ലാവർക്കും വേണ്ടിയല്ലേ മരിച്ചത്? എല്ലാ സഭകളിലും ഒരു മൂവ് ഉണ്ടായി. യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ബ്രൈഡായി എല്ലാ ഡിനോമിനേഷനുകളിൽ നിന്നും ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. 19-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു തെളിവൊക്കെ ഞാൻ തരാം. അതിലൊരു സാധനമൊക്കെ വരുന്നുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ ഏത് വചനം വായിച്ചു? ഇനി 10 വായിക്കണം. 10 വായിച്ചോളൂ. അവ 7 രാജാക്കന്മാരുമാകുന്നു. അവ 7 രാജാക്കന്മാരും 7 മലകളുമാണ്, 7 രാജാക്കന്മാർ. ഇതൊക്കെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണെന്നേ. 13-ാം അധ്യായത്തിൽ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കണ്ടതാണ്. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്. 5 പേർ വീണു, ഒരുവനുണ്ട്. ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. ഇത് കറക്റ്റ് കടങ്കഥയല്ലേ? ഈ രീതിയിലല്ലേ നമ്മൾ കടങ്കഥ പറയുന്നത്? ഒരാളുണ്ട്, അതങ്ങനെ പോകും. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കണം. 11 ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ. 7 ഉൾപ്പെട്ടവനുമാണ്. അവൻ നാശത്തിലേക്ക് പോകുന്നു. അവൻ എങ്ങോട്ടാ പോകുന്നത്? നാശത്തിലേക്കാണ് പോകുന്നത്. 12 നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. ഈ അടുത്ത് 10 രാജാക്കന്മാർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 10 രാജാക്കന്മാർ, ഈ മൊത്തം 10 രാജാക്കന്മാർ. ഓക്കെ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. വന്നിട്ടില്ല ഇതുവരെ. മൃഗത്തോട് ഒന്നിച്ച് ഒരു നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും. കുറച്ച് നാളത്തേക്ക് ഈ മൃഗത്തോട് ഉദ്ദേശിക്കുന്ന ആന്റി ക്രൈസ്റ്റ് അല്ലേ, അതിനോടൊപ്പം വാഴും. ആ 3.5 വർഷത്തിൽ കുറച്ച് പീരീഡ്. ഓക്കെ. 13 ഇവർ ഒരേ അഭിപ്രായമുള്ളവർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. മനസ്സിലായോ? ഭയങ്കരമായ യൂണിറ്റിയിൽ വൺ വേൾഡ് ഗവൺമെന്റിൽ വന്നിട്ട് ഈ അധികാരം അങ്ങ് മൃഗത്തിന് ഏൽപ്പിക്കും, അഥവാ എതിർ ക്രിസ്തുവിനെ ഏൽപ്പിക്കും. വായിക്കാം. 14 അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകുകൊണ്ട് കുഞ്ഞാട് തന്നോട് കൂടിയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അവസാനത്തെ കാര്യം മാത്രമെങ്കിലും ഓർത്താൽ മതി. ഒന്നും മനസ്സിലായി. കുഞ്ഞാട് ജയിക്കും എന്ന് ഓർത്താൽ തന്നെ വെളിപാട് ദിവസം വിജയിച്ചു. വേറെ ഒന്നും കൊമ്പും നഖവും ഒന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേശ്യയും മറന്നേക്ക്. കുഞ്ഞാട് ജയിക്കും എന്നുള്ള മെസ്സേജ് എങ്കിലും അകത്തുണ്ടെങ്കിൽ നീ പിടിച്ചു. 4 പേരോട് പറ കുഞ്ഞാട് ജയിക്കും എന്ന് പറ. 4 പേരോട്. 4 പേരെന്നുള്ള 4 കുഞ്ഞാട് ജയിക്കും. ഹല്ലേലൂയ. കൈകളടിച്ച് കുഞ്ഞാടിന് മഹത്വം കൊടുക്കാം. കുഞ്ഞാട് ജയിക്കും. ആരെല്ലാം വന്നാലും ഏതെല്ലാം വേശ്യാസ്ത്രീ വന്നാലും ശരി, കുഞ്ഞാട് ജയിക്കും. അൾട്ടിമേറ്റ് വിക്ടറി ബിലോങ്സ് ടു ദ ലാംബ് ഓഫ് ഗോഡ്. അതാണ് നമ്മുടെ കഥ. ഏറ്റവും അവസാനം നമ്മുടെ കഥ തിരിച്ചു കൊണ്ടുവരണ്ടേ? കഥ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മുടെ
സ്റ്റോറി. നമ്പർ 7, the beast and 10 kings will destroy the woman. മൃഗവും 10 രാജാക്കന്മാരും സ്ത്രീയെ നശിപ്പിക്കുന്നു. ഏറ്റവും അവസാനം ഈ സ്ത്രീയെ നശിപ്പിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. വായിക്കാം, അതായത് 15 to 18. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശിയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. അവിടെ മഹാനഗരം വന്നു. കാരണം എന്താണ്? സിറ്റി ഓഫ് റോം അന്നത്തെ സമയത്ത് അതായിരുന്നു ബാബിലോൺ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടി. ഒന്നും മനസ്സിലായിട്ടില്ലെന്നറിയാം, കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ളൂ. കടങ്കഥ എന്തൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുവാണ്, പസിൽസൊക്കെ അവിടെ നിൽക്കുക. 2 ചാർട്ട് കാണിക്കാം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. നോക്കിക്കോളൂ. കൂടെ ഉണ്ടാവണേ, ശ്രദ്ധിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് ചാർട്ടുകളാണ്. നമ്പർ 1, പ്രോസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിരിച്വൽ അൺഫെയ്ത്ത്ഫുൾനെസ്, ഐഡോലാട്രി, അപ്പോസ്റ്റസി. ഈ പെണ്ണിനെ മറന്നേക്ക്. റെവലേഷൻ 17, ഇമേജറി ആൻഡ് മീനിങ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പ്രതീകാത്മകമായ വിവരണങ്ങളും. ഈ ഒരു സാധനമൊക്കെ എനിക്ക് പണ്ട് കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എവിടെ എത്തിയാനെന്നറിയാം. അല്ല, നോർമലി കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നോർമലി ഒരു കൃത്യമായ രീതിയിലൊരു സാധനം കിട്ടാറില്ല. പ്രോസ്റ്റിറ്റ്യൂഷൻ, വേശ്യാവൃത്തി എന്താണ് പറയാമോ? ആത്മീയമായ അവിശ്വസ്തത, ആത്മീയമായ ദൈവത്തോടുള്ള അവിശ്വസ്തത. ഞാൻ കൈകൂപ്പി പറയുക. പറഞ്ഞോട്ടെ, എന്തെങ്കിലും പറ, പറഞ്ഞോട്ടെ. യോഹന്നാൻ 14:6 പറയുന്നു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ അഥവാ യഥാർത്ഥ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് യേശു വ്യക്തമായി പറഞ്ഞു. ഒരൊറ്റ ദൈവമേ ഉള്ളൂ. എല്ലാ മനുഷ്യർക്കും, സകല ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ നിറക്കാർക്കും, ജാതി മതസ്ഥർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൃഷ്ടിച്ച ഏക സത്യ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തെ വിട്ട് പ്രപഞ്ചത്തിലെ ഏതെങ്കിലും കാര്യങ്ങളോ മാനുഷികമായി ഉണ്ടാക്കുന്നതോ ഫിലോസഫികളോ ഐഡിയോളജികളോ എത്തീസമോ എന്തിലേക്ക് തിരിഞ്ഞാലും ദാറ്റ് ഈസ് കോൾഡ് പ്രോസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ആരെങ്കിലും, ഞാൻ വലിയവായി പറയും, ആരെങ്കിലും യേശു എന്ന് വിളിക്കുകയും വേറെ എന്തിനെങ്കിലും പുറകിൽ കൂടെ പോവുകയും ചെയ്യുക, യു ആർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഞാനല്ല പറയുന്നത്, വചനം പറയുന്നു, യു ആർ എ പ്രോസ്റ്റിറ്റ്യൂട്ട്. ഈ ചങ്കിൻ്റെ അകത്തുനിന്ന് കരഞ്ഞുകൊണ്ട് യിരെമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലാണെന്നുണ്ട് ഓർമ്മ. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ജീവജലത്തിൻ്റെ ഉറവായ എന്നെ ഉപേക്ഷിച്ച് എൻ്റെ ജനം 2 പാപം ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചവർ പൊട്ട കിണറുകളെ കുഴിച്ചു. തന്നെ ആശ്രയിച്ചിരിക്കുന്നു. ക്രൈസ്തവരോടും എല്ലാവരോടും കൂടി ഞാൻ പറയുക, സകല ഭൂമിയും സകല പ്രപഞ്ചവും സൃഷ്ടിച്ച ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം യോഹന്നാൻ 4:24 അനുസരിച്ച് ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ, ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അതല്ലാതെ എന്ത് ചെയ്താലും, സത്യനമസ്കാരികൾ അങ്ങനെ ചെയ്യണമെന്ന് എഴുതിയിരിക്കുന്നത്, ഞാനല്ല എഴുതിയിരിക്കുന്നത്. എൻ്റെ ഇഷ്ടമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ദൈവം എന്ത് പറയുന്നു അത് ചെയ്യുക, ഞാൻ പറയുന്നത് ചെയ്യരുത്. ഇപ്പോൾ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണ്? സ്പിരിച്വൽ അൺഫെയ്ത്ത്ഫുൾനെസ്, ഐഡോലാട്രി, വിഗ്രഹാരാധന. അപ്പോസ്റ്റഫീസ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരിക്കൽ യേശുവിനെ വിശ്വസിച്ചു. കുറച്ച് നാളൊക്കെ പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് ഇതൊന്നും ചൊവ്വാവെന്ന് തോന്നുന്നില്ല, കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്ക്, ഞാൻ പോവാം എന്ന് പറഞ്ഞാൽ വിശ്വാസത്യാഗമാണ്. അതും പ്രോസ്റ്റിറ്റ്യൂഷനിൽ പെട്ടതാണ്, സ്പിരിച്വൽ പ്രോസ്റ്റിറ്റ്യൂഷൻ. അടുത്തത് മെനി വാട്ടേഴ്സ്, വെള്ളത്തിൻ്റെ അരികത്ത് അങ്ങനെ ഇവിടെ ഇരിക്കണേ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്. അതെന്താണെന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതാരും വ്യാഖ്യാനിക്കേണ്ട, വചനത്തിൽ തന്നെ അവസാനം വായിച്ചു. പീപ്പിൾസ്, മൾട്ടിറ്റ്യൂഡ്സ്, നേഷൻസ് ആൻഡ് ലാംഗ്വേജസ്. ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ജനങ്ങൾ, ജനക്കൂട്ടം, രാജ്യങ്ങൾ, ഭാഷകൾ. അവിടെ നിങ്ങൾ രണ്ടുപേരും ആ ബൈബിൾ എടുത്ത് വെച്ചാൽ അതിൽ നിന്നുള്ള വേർഡിങ്സ് പറഞ്ഞുകൊണ്ടിരുന്നത് നല്ലതായിരിക്കും. സ്കാർലറ്റ് ബീസ്റ്റ്, ഒരു ചുവന്ന, അല്ലേ, ചുവന്ന
അത് കടുംചുവപ്പ്. കടുംചുവപ്പുള്ളൊരു മൃഗം. ആരാണത്? ആൻറ്റൈ ക്രൈസ്റ്റ് എംപയർ. ആൻറ്റൈ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് എംപയർ. അന്ന് പ്രത്യേകിച്ച് ഈ മഹോപദ്രവകാലത്തിൻ്റെ അവസാന സമയത്ത് അവൻ്റെ സാമ്രാജ്യമായിരിക്കും വേൾഡ് അല്ലെ വൺ വേൾഡ് ഇതായിട്ട് വരുന്നത്. ആ എംപയറാണ് ഈ ഉദ്ദേശിക്കുന്നത്. 7 ഹെഡ്സ് എന്താണ്? 7 മൗണ്ടെയിൻസ് ആൻഡ് സക്സസീവ് റൂളിംഗ് പവേഴ്സ്. 7 രാജാക്കന്മാരുമാകുന്നു. അപ്പോൾ 7 മലകൾ കാണിക്കുന്നത് അന്നത്തെ റോമൻ പട്ടണം. ഇന്നതല്ല, ഇന്നെന്താണോ അത്. അടുത്തത് 10 ഹോൺസ്. എന്താണത്? 10 കിങ്സ് ഹു റിസീവ് അതോറിറ്റി ഫോർ എ ഷോർട്ട് ടൈം. ഇപ്പോഴില്ല, അതിപ്പോഴില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാലത്തേക്ക് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം വരാൻ പോകുന്ന ഗവൺമെൻറ്, അതിൻ്റെ റൂളേഴ്സ്. അടുത്തത് എന്താണ്? ബ്ലാസ്ഫീമസ് നെയിംസ് അവിടെ പറഞ്ഞു. ദൂഷണനാമങ്ങൾ. ഹേറ്റഡ് ടുവേർഡ് ഗോഡ്, സെൽഫ് ഡെഫിക്കേഷൻ, ഡെയിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ എന്താണ്? ദൈവത്തിനോടുള്ള വെറുപ്പ്, ദൈവവിരോധം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ദൈവവിരോധം ഭയങ്കരമാണ് ഈ ഭൂമിയിൽ. നമ്മൾ കുറച്ച് പേര് കിണറ്റിൻ്റെ തവള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പുറത്തോട്ട് ഇറങ്ങണം മക്കളെ. അടുത്തത് ദ വുമൺ. ഈ സ്ത്രീ ആരാ? ദ ഗ്രേറ്റ് സിറ്റി ദാറ്റ് റൂൾസ് ഓവർ ദ കിങ്സ് ഓഫ് ദി എർത്ത്. ഇൻ ജോൺസ് ടൈം റോം. പ്രൊഫറ്റിക്കലി ദ ഫൈനൽ ഗ്ലോബൽ സിസ്റ്റം. ഏറ്റവും അവസാനം വരാൻ പോകുന്ന സിസ്റ്റത്തെയാണ് ഇത് കാണിക്കുന്നത്. അടുത്തത് ദ വുമൺ സിറ്റിംഗ് ഓൺ ദ ബീസ്റ്റ്. അലയൻസ് ബിറ്റ്വീൻ ഫാൾസ് റിലിജൻ ആൻഡ് പൊളിറ്റിക്കൽ പവർ. ഈ ബീസ്റ്റിൻ്റെ മുകളിൽ, മൃഗത്തിൻ്റെ മുകളിലാണ് വേശ്യാസ്ത്രീ ഇരിക്കുന്നത്. അതെന്താ അതിൻ്റെ അർത്ഥം? ഈ മൃഗമാണ് ഇവളെ വഹിക്കുന്നത്. അതിൻ്റെ അർത്ഥം റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ പവർ ആയിരിക്കും ഇവളെ വഹിക്കുന്നത്, അല്ലെങ്കിൽ അത് തമ്മിലുള്ളൊരു സഖ്യം. അടുത്തത് വിൽഡർനെസ്. ഒരു മരുഭൂമിയിലോട്ട് കൊണ്ടുപോയത് കാണിച്ചു കൊടുക്കുന്നത്. മരുഭൂമി കാണിക്കുന്നത് സ്പിരിച്വൽ ബാരനസ് ആൻഡ് സെപ്പറേഷൻ ഫ്രം ഗോഡ്. ദൈവമായിട്ട് ഒരു ബന്ധമില്ല ഈ പരിപാടിക്ക്. മതങ്ങൾക്ക് ദൈവമായി ഒരു ബന്ധവുമില്ല. പറഞ്ഞേ, മതങ്ങൾക്ക് ദൈവമായി ഒരു ബന്ധവുമില്ല. അത് ക്രിസ്തീയ മതമായാലും. അടുത്തതിലേക്ക് പോകാം. ഡ്രസ്ഡ് ഇൻ പേർപ്പിൾ ആൻഡ് സ്കാർലറ്റ്. എന്താണ് അതിൻ്റെ അർത്ഥം? ധൂമ്രവസ്ത്രവും കടുംചുവപ്പും ഉള്ള വസ്ത്രം. റോയൽറ്റി, വെൽത്ത്, ലക്ഷറി, സിൻ, ബ്ലഡ് ഷെഡ്, ഇതിനെല്ലാം കാണിക്കുന്നതാണ്. ആരെങ്കിലും ഒന്ന് രാജകീയത, സമ്പത്ത്, ആർഭാടം, പാപം, രക്തച്ചൊരിച്ചിൽ. പിന്നെ ഇവള് ഭയങ്കരമായിട്ട് ജ്വല്ലറി ഇട്ടിട്ടുണ്ട്. ജ്വല്ലറി നിങ്ങളുടെ ഇറങ്ങി വന്ന പോലെ ഇരിക്കും. എങ്ങനെയാണ്? ഗോൾഡ്, പ്രഷ്യസ് സ്റ്റോൺസ്. അതിൻ്റെ അർത്ഥം എന്താണ്? സെഡക്ഷൻ, മെറ്റീരിയൽ സ്പ്ലെൻഡർ, ഔട്ട്വേർഡ് ബ്യൂട്ടി, മാസ്കിംഗ് കറപ്ഷൻ. വശീകരണം, ഭൗതികമായ അഭിവൃദ്ധി, പുറമേയുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ ഒരു വേശ്യ സ്ത്രീയാണ്, മോശമായിട്ട് ജീവിക്കുന്നൊരു സ്ത്രീ. പക്ഷെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ആഭരണമാക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്ത പോലെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. അതുപോലെ അതിൻ്റെ പുറകിൽ ഒരു സെഡക്ഷനുണ്ട്, മെറ്റീരിയൽ സ്പ്ലെൻഡർ, ഇതെല്ലാം ഉണ്ട്. ദ ഗോൾഡൻ കപ്പ് എന്താണ്? അബോമിനേഷൻസ് ആൻഡ് സ്പിരിച്വൽ കറപ്ഷൻ. മ്ലേച്ഛതയും ആത്മീക അധപതനവും. അബോമിനേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഐഡലട്രി, മോറൽ കറപ്ഷൻ, ഫാൾസ് വർഷിപ്പ്. വിഗ്രഹാരാധന, ധാർമ്മിക അധപതനം, തെറ്റായ ആരാധന. മിസ്റ്ററി, മർമ്മം എന്ന് കുറേ പറയുന്നത്. ഹിഡൻ സ്പിരിച്വൽ റിയാലിറ്റി, ഡിസെപ്റ്റീവ് റിലീജിയസ് സിസ്റ്റം. മറഞ്ഞിരിക്കുന്ന ആത്മിക യാഥാർത്ഥ്യം, വ്യാജമായ മതസമ്പ്രദായം. ബാബിലോൺ ദ ഗ്രേറ്റ് ഇവിടെ പറയുന്നൊരു ടേമാണ്. ഫൈനൽ ഫോം ഓഫ് ഗ്ലോബൽ അപ്പോസ്റ്റസി ആൻഡ് ഫാൾസ് റിലിജിയൻ. വ്യാജമതത്തിൻ്റെയും വിശ്വാസത്യാഗത്തിൻ്റെയും ആഗോള ചിത്രം. അവസാനം വരാൻ പോകുന്ന ഇനി വരുന്ന ഒരു സിസ്റ്റമാണ്. ദെൻ മദർ ഓഫ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയാൻ കാരണം സോഴ്സ് ഓഫ് മെനി ഫാൾസ് റിലിജൻസ് ആൻഡ് ഐഡോലാട്രസ് സിസ്റ്റംസ്. വിഗ്രഹാരാധനയുടെയും തെറ്റായ മതത്തിൻ്റെയും സമ്പ്രദായങ്ങൾ. ഓക്കെ, ഒരു ചാർട്ട് കൂടി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. അടുത്തൊരു ചാർട്ട്, ഇമേജറി ആൻഡ് മീനിങ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ചാർട്ട് കൂടി ഉണ്ട്. ഇത് കറക്റ്റ് ആണോ? എങ്ങനെ? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ? അല്ല, പറഞ്ഞിട്ടില്ല. തൊട്ട് മുമ്പത്തെ ഈ നേരത്തെ കാണിച്ചത് പറഞ്ഞു കഴിഞ്ഞതായിരുന്നോ? അതിൻ്റെ ബാലൻസ് കൂടെ ഉണ്ട് കുറച്ചുകൂടെ. ഇതിൻ്റെ ബാലൻസ് അല്ലേ? ഡ്രങ്ക് വിത്ത് ദ ബ്ലഡ് ഓഫ് സെയിൻസ്. എന്താണത്? പെർസിക്യൂഷൻ ഓഫ് ഗോഡ്സ് പീപ്പിൾ. ദൈവജനത്തിൻ്റെ പീഡനം. അതായത് ഇവള് ബ്ലഡ് കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അർത്ഥമാണ്. വൺസ് വാസ്, നൗ ഈസ് നോട്ട്, ആൻഡ് യെറ്റ് വിൽ കം അപ്പ്. ആ കടങ്കഥ അതെന്താണത്? റിവൈവ്ഡ് ആൻറ്റി ഗോഡ് എംപയർ എംപവേർഡ് ബൈ സൈറ്റൻ. സാത്താനാൽ ശക്തിപ്പെടുത്തപ്പെടുന്ന ദൈവത്തിനെതിരായുള്ളൊരു സാമ്രാജ്യം. അതായത് ഒരിക്കലുണ്ടായിരുന്ന സാമ്രാജ്യം, ഇടയ്ക്കില്ല, അതിനുശേഷം തിരിച്ചു വരുന്നു. ദ ബീസ്റ്റ് ഫ്രം ദ എബിസ്. ആരാണ്? സേറ്റനിക് ഒറിജിൻ ആൻഡ് എംപവർമെൻറ്റ്. അഗാധകൂപത്തിൽ നിന്നുള്ള മൃഗം, അത്
സാത്താനിൽ നിന്ന് ആരംഭിക്കുകയും ശക്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം. ഹേറ്റഡ് ഓഫ് ദ വുമൺ ബൈ ദ ബീസ്റ്റ്. ഏറ്റവും അവസാനം ഈ മൃഗം അവളെ വെറുക്കും. മൃഗമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ മുകളിൽ ഇരിക്കുന്നത്. പക്ഷേ ഈ മൃഗം അവളെ അങ്ങ് വെറുത്തിട്ട് അവളെ കൊല്ലും. അങ്ങനെയാണ് ഇതിൻ്റെ അവസാനം. അതെന്താണ്? പൊളിറ്റിക്കൽ പവർ ഇവൻച്വലി ഡെസ്ട്രോയ്സ് ഫോൾസ് റിലിജിയൻ. രാഷ്ട്രീയ ശക്തി ക്രമേണ വ്യാജമതത്തെ നശിപ്പിക്കുന്നു. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. ഇനി അടുത്തൊരു ചാർട്ട് കൂടി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാം. റെവലേഷൻ 17 ദ 7 ഹെഡ്സ് ആൻഡ് 10 ഹോൺസ്. ഇതിലൊരു കടങ്കഥയുണ്ട്. അത് പൊരുൾ മനസ്സിലാകണമെങ്കിൽ ഈ ചാർട്ട് ഉണ്ടാകണം. എന്താണത്? 7 ഹെഡ്സ് എന്താണ്? റെപ്രസെൻറ്റ്സ് 7 ഹെഡ്സ് റെപ്രസെൻറ്റ് 7 ഹിൽസ് ആൻഡ് 7 കിങ്സ് ഓർ കിങ്ഡംസ്. 7 മലകളെയും 7 രാജാക്കന്മാരെയും കാണിക്കുന്നു. ഇനി 7 ഹിൽസ് ഉണ്ട്, 7 കുന്നുകൾ. എ ക്ലിയർ അലൂഷൻ ടു റോം, ഫേമസ്ലി ബിൽറ്റ് ഓൺ 7 ഹിൽസ്. ഇത് 7 മലകൾമേൽ നിർമ്മിതമായ റോമ പട്ടണത്തെ കാണിക്കുന്നു. 7 kings or kingdoms, successive world empires operating under satanic dominion. സാത്താന്യ അധികാരത്തിന് കീഴിൽ വാഴുന്ന സാമ്രാജ്യങ്ങളെ കാണിക്കുന്നു. അതായത് ഡാനിയൽ 2-ലും 7-ലും നമ്മളിവിടെ പല പ്രാവശ്യം കാണിച്ചൊരു ചാർട്ട് കാണിച്ച് ഓർക്കുന്നുണ്ടോ? അതിനകത്ത് എന്തിന് ചില രാജ്യങ്ങൾ വരുന്നതായിട്ട് കണ്ടില്ലേ? ഇവിടെ നോക്കിയേ. 5 ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 5 have fallen. 5 എണ്ണം വീണുപോയി എന്ന് പറഞ്ഞില്ലേ? വായിക്ക്. ഈജിപ്റ്റ്, അസീറിയ, ബാബിലോൺ, മേദോപേഷ്യ, ഗ്രീസ്. അതായത് ഡാനിയേൽ കണ്ട ആ ബിംബത്തിലുള്ള ആദ്യത്തെ മൊത്തം വീണുപോയി. അതാണ് 5 എണ്ണം വീണുപോയി എന്ന് പറയുന്നത്. ഇത് 5 എണ്ണം ഇല്ലേ? 5. അടുത്തത് 1 ഈസ്, ഒരെണ്ണം ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? റോം, ദ റൂളിംഗ് എംപയർ ഇൻ ജോൺസ് ടൈം. ഒരെണ്ണം ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞ ഏതാ? അന്നത്തെ കാലത്ത് ഭരിക്കുന്ന റോം. അടുത്തത് ദി അതർ ഹാസ് നോട്ട് യെറ്റ് കം. ഒരെണ്ണം ഇനി വന്നിട്ടില്ല. അതേതാണ്? എ ഫ്യൂച്ചർ റിവൈവ്ഡ് റോമൻ എംപയർ അപ്പിയറിംഗ് ബ്രീഫ്ലി ബിഫോർ ഫൈനൽ ജഡ്ജ്മെന്റ്. അന്ത്യന്യായ വിധിക്ക് മുമ്പ്, ഏറ്റവും അവസാനത്തെ ഇതിനു മുമ്പ് കുറച്ച് നാളത്തേക്ക് മാത്രം ഭരിക്കുന്ന ഒരു വേൾഡ് എംപയർ വരും. അത് വന്നിട്ടില്ല. ഏതാണെന്ന് നമ്മൾ ചോദിക്കരുത്. അടുത്തതാണ് ബീസ്റ്റ്. ആരാണ്? ആൻറ്റി ക്രൈസ്റ്റ് റൈസിങ് ഫ്രോം വിതിൻ ദ ഫൈനൽ എംപയർ. അതിനകത്ത് തന്നെയായിരിക്കും ഇത് വരുന്നത്. അവിടെ ഒരു 8th കിങ് എന്ന് പറയുന്നുണ്ട് അല്ലേ? 8ാമതൊരു രാജാവ്. അതെന്താണ്? എ റിവൈവ്ഡ് ഫോം ഓഫ് വൺ ഓഫ് ദ പ്രീവിയസ് എംപയേഴ്സ് എംപവേർഡ് ബൈ സൈറ്റൻ. നേരത്തെ ഉണ്ടായിരുന്ന ഒരെണ്ണം റിവൈവ് ചെയ്ത് വരുന്നു. 8ാമത്തത്. അടുത്തത് കൂടി നോക്കാം. ഇതിൻ്റെ ബാലൻസ് ഇതാ. ദാറ്റ് ബിലോങ്സ് ടു 7. 7-ൽ പെട്ടതാണെന്ന് പറഞ്ഞു. ആൻറ്റി ക്രൈസ്റ്റ് കിങ്ഡം ഈസ് നോട്ട് ന്യൂ ബട്ട് എ കണ്ടിന്യൂവേഷൻ ഓഫ് റോംസ് ലെഗസി. അതേ ഇതിൽ തന്നെ വരുന്ന ഒരു റിവൈവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. റിവൈവ്ഡ് റോമൻ എംപയർ, ഫൈനൽ ഗ്ലോബൽ പൊളിറ്റിക്കൽ സിസ്റ്റം, ബോത്ത് പൊളിറ്റിക്കലി ആൻഡ് സ്പിരിച്വലി റോമൻ. ആ രീതിയിലായിരിക്കും അത് വരാൻ പോകുന്നത്. 10 ഹോൺസ് എന്താണ്? 10 കിങ്സ് ഓർ റൂളേഴ്സ് ഫോമിങ് ദ ഫൈനൽ കോൺഫെഡറേഷൻ. ഏറ്റവും അവസാനം വരുന്ന 10. നോട്ട് യെറ്റ് റിസീവ്ഡ് കിങ്ഡംസ്, ദെയർ അതോറിറ്റി ഈസ് ഫ്യൂച്ചർ അറ്റ് ദ ടൈം ഓഫ് ജോൺസ് വിഷൻ. യോഹന്നാൻ ഇത് കാണുന്ന സമയത്ത് വരാൻ പോകുന്നേ ഉള്ളൂ. അതോറിറ്റി ഫോർ 1 hour, 1 മണിക്കൂറത്തേക്ക്. എന്താ അർത്ഥം? കുറച്ച് നാളത്തേക്കുണ്ട്. വെരി ഷോർട്ട് ഇൻറ്റൻസ് പീരീഡ് ഓഫ് ഷെയ്ഡ് റൂൾ. അടുത്തത് 10 കിങ്സ് ഗീവ് പവർ ടു ദ ബീസ്റ്റ്. ഈ 10 രാജാക്കന്മാർ ഈ മൃഗത്തിന് ശക്തി കൊടുക്കും. അർത്ഥം വോളണ്ടറി സറണ്ടർ ഓഫ് അതോറിറ്റി ടു ദ ആൻറ്റി. ഇവരെല്ലാവരും പോയി എതിർ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കും. ദ 8th ഹെഡ് എമംഗ് ദ 10. 10 എണ്ണത്തിൽ 8ാമതൊരു തന്നെ എടുത്തു പറയുന്നുണ്ട്. അതാരാണ്? അതാണ് ആൻറ്റി ക്രൈസ്റ്റ് കോൺകേഴ്സ് 3 കിങ്സ് ആൻഡ് റൈസ് ടു സുപ്രീമസി. പെട്ടെന്ന് ഇയാൾ വരുന്നതെന്ന് വെച്ചാൽ 3 എണ്ണത്തിന് കീഴടക്കിയിട്ട് ഇയാൾ വരും. ബാക്കിയെല്ലാം കൂടെ ചെന്ന് സബ്മിറ്റ് ചെയ്യും. അടുത്തത് സ്റ്റിൽ പാർട്ട് ഓഫ് ദ 7th കിങ്ഡം മീൻസ് ഹിസ് റൂൾ ഓപ്പറേറ്റ്സ് വിതിൻ ദ റിവൈവ്ഡ് റോമൻ എംപയർ. എന്നിട്ടും അത് 7ാമത്തെ പാർട്ടായിരിക്കും എന്ന് പറയാൻ കാരണം അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പാർട്ടായി നിന്നുകൊണ്ടായിരിക്കും ഭരണം നടത്താൻ പോകുന്നത്. ഐ തിങ്ക് എവറിത്തിങ് ഈസ് ഓവർ. ഹല്ലേലൂയ, ആമേൻ. എന്തൊക്കെ മനസ്സിലായി? ഇന്ന് 7 കലശം ഒഴിച്ചു. പിന്നെ എന്ത് ചെയ്തു? മഹദിയാം ബാബിലോണിലെ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ന്യായവിധി കഴിഞ്ഞു എന്ന് വെച്ചാൽ റിലീജിയസ് സ്ട്രക്ചറിൻ്റെ നാശം ഇതോടുകൂടി കർത്താവ് തീർക്കും. നാളെ സംഭവിക്കാൻ പോകുന്നത് ദ സിറ്റി ഓഫ് ബാബിലോൺ അഥവാ കൊമേഴ്ഷ്യൽ, ഇന്നത്തെ ഇക്കോണമിക് സിസ്റ്റം മുഴുവൻ തകർക്കുന്നതും അതിൻ്റെ നിലവിളിയും ഒക്കെ ആയിരിക്കും നാളെ ചെയ്യാൻ പോകും. പിന്നെ 19-ാം അധ്യായത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം. പറ, ഇപ്പോഴേ ക്ഷണിക്കുക, ആരും വരാതിരിക്കരുത്. കാരണം അവിടെ ക്ഷണിക്കപ്പെട്ടവരൊക്കെ ഭാഗ്യവാന്മാരെന്നൊരു ഇതുണ്ട്. അതുകൊണ്ട് വരാതിരിക്കരുത്. നെഞ്ചിൽ കൈവച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് കാണുന്നവർ, പിന്നീട് കാണുന്നവർ, എപ്പോൾ കാണുന്നവരും യേശുവിന് വേണ്ടി, ഞാൻ ശക്തമായ ഭാഷയിലൊക്കെ ഇന്ന് സംസാരിച്ചു,
യേശുവിന് വേണ്ടി ഇതുവരെ ഹൃദയം കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. ഉറക്കെ പറയണം, യേശുവേ, യേശുവേ, അങ്ങ് എനിക്ക് വേണ്ടി അങ്ങേക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്ന വലിയ കാര്യങ്ങൾ പലതും എനിക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങ് വലിയവനാണ്. യേശുവേ, അങ്ങ് എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ.